Hi, praise God. നമ്മുടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. വീണ്ടും നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പഠനത്തിലേക്ക് പോവുകയാണ്. വെളിപ്പാട് പുസ്തകം പഠനം 1 പോസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് വാണ്ട് ടു ബ്രിങ് യു വളരെ പ്രധാനപ്പെട്ട കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഒരു സ്റ്റഡിയിലേക്ക് നമ്മളിന്ന് പോകുന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ there are 7 mountains of influence in the world. അല്ലെങ്കിൽ ഈ വേൾഡ് സിസ്റ്റത്തെ, ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അതിനെ നിലനിർത്തുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിനകത്ത് പ്രധാനമായിട്ട് 7 മൗണ്ടൻസ് ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇത് കർത്താവിൻ്റെ ദാസനായ ബിൽ ബ്രൈറ്റ് കൊണ്ടുവന്ന ഒരു ആശയമാണ്. അത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പഠനം. അതിലെ ചില ചിന്തകൾ നമ്മൾ ഒരുമിച്ച് പങ്കുവയ്ക്കുകയാണ്. അതായത് 7 മൗണ്ടൻസ് ഓഫ് ഇൻഫ്ലുവൻസ്, അതായത് മനുഷ്യജാതിയെ, ലോകത്തിലെ ജനത്തെ സ്വാധീനിക്കുന്ന ഒരു 7 തരത്തിലെ ഉന്നതമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് നമ്മൾ എടുക്കുന്നത് ആവർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ ബേസിലാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ ബേസിൽ വാഗ്ദത്ത ദേശത്തേക്ക് അല്ലെങ്കിൽ പ്രോമിസ് ലാൻഡിലേക്ക് പോകുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ മക്കൾ, ആ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത വാഗ്ദത്ത ഭൂമിയെ ദൈവരാജ്യമായിട്ട് കണ്ടുണ്ട്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രൊവിഷനുള്ള, ദൈവ സാന്നിധ്യമുള്ള, ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയായി നമ്മൾ കണ്ട് ആ ഒരു ചിന്തയാണ് നമ്മുടെ പഠനത്തിന് ആധാരമായിട്ട് കൊണ്ടുവരുന്നത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നീ കടക്കുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നീക്കിക്കളയുകയും, അല്ലെങ്കിൽ കനാൻ ദേശത്തെ 7 പർവ്വതങ്ങളിൽ താമസിച്ചിരുന്ന ശബ്ദം പ്രശ്നമാണോ? സോറി കേട്ടോ, സൗണ്ട് പ്രശ്നമായതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഐ എം വെരി സോറി. കനാൻ ദേശത്തെ 7 പ്രധാന ജാതികളെ നീക്കം ചെയ്തിട്ടാണ് ദൈവം അവർക്ക് ആ ദേശത്തെ കൊടുത്തത്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 7 ജയൻസ്, പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട 7 വലിയ ജയൻസ് 7 മലകളിൽ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒക്യുപ്പൈ ചെയ്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം അവിടേക്ക് കൊണ്ടുപോവുകയാണ്. വാഗ്ദത്ത കനാൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്വർഗമല്ല. ആളുകൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു, വളരെ തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുക. അപ്പോൾ ദൈവരാജ്യം എന്ന വിഷയം വീണ്ടും ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇത് മാത്രം പ്രസംഗിക്കാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവെഴുത്തുകളെ വായിക്കുമ്പോൾ, എസ്പെഷ്യലി യേശുവിൻ്റെ ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ, യേശു തൻ്റെ അപ്പോസ്തലന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞ ഏക സബ്ജക്റ്റ്, ഒറ്റ സബ്ജക്റ്റ് മാത്രമേ അപ്പോസ്തലന്മാർക്ക് ദൈവം പ്രസംഗിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ദൈവരാജ്യമായിരുന്നു. ദൈവരാജ്യം പ്രസംഗിക്കാനാണ് അവരെ അയച്ചത്. പ്രസംഗം വേറൊരു സബ്ജക്റ്റും
ഒരു ക്രിസ്തീയ ശുശ്രൂഷകന് പ്രസംഗിക്കാനില്ല. അതാണ് ഞാൻ ബൈബിളിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ, ചിന്തകളിലൊന്ന് ഈ നാളുകളിൽ. വേറെ ഒരു മെസ്സേജും ക്രൈസ്തവ സഭയ്ക്ക് ലോകത്തോട് പറയാനില്ല. ലോകത്തോട് പറയാൻ നമ്മുടെ രാജാവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ മഹാദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. അപ്പം അതിനേക്കാൾ വലിയൊരു പഠനം ഇല്ലെന്ന് ബോധ്യമായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലെല്ലാം ടോട്ടലി ബേസ്ഡ് ഓൺ ദൈവരാജ്യമായിരിക്കും. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ദൈവരാജ്യത്തിൻ്റെ സംസ്കാരം, ദൈവരാജ്യത്തിൻ്റെ എക്കണോമി, ദൈവരാജ്യത്തിൻ്റെ റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോർത്തിണക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് നമ്മളിത് പഠിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി വെളിപ്പാട് പുസ്തകം പോലും പഠിപ്പിക്കാനായിട്ട് മുതിർന്നത് ദൈവരാജ്യം എന്ന വിഷയത്തെ നമ്മുടെ മനസ്സിൽ ഒന്ന് സ്ഥിരമാക്കാൻ വേണ്ടിയാണ്. കാരണം വെളിപ്പാട് പുസ്തകം വാസ്തവത്തിൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇന്നത്തെ പഠനങ്ങൾ വാസ്തവത്തിൽ ദൈവരാജ്യത്തിൻ്റെ വൈരുദ്ധ്യമാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് ഏറ്റവും വലിയ എനിമിയാണ്, ശത്രുവായിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ വെളിപ്പാട് പുസ്തക പഠനം ഇരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ മോഡേൺ വേൾഡിൻ്റെ പഠനം ദൈവരാജ്യത്തിൻ്റെ വൈരുദ്ധ്യവും യേശു പറഞ്ഞ വാക്കുകളുടെ വൈരുദ്ധ്യവും തിരുവെഴുത്തുകളെ മതിക്കാത്ത, തിരുവെഴുത്തുകൾക്ക് യാതൊരു മീനിങ്ങും കൊടുക്കാത്ത ചിന്തകളാണ് ലോകത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വേറൊരു ഭരണം, ഒരു ഏകലോക ഗവൺമെൻറ് ഭൂമിയിൽ വരുന്നു, ഭരിക്കാൻ പോകുന്നെന്നും ഒക്കെയുള്ള ചിന്തകൾ ദൈവരാജ്യം എന്ന വലിയ സത്യത്തെ മണ്ണിട്ട് മൂടുന്ന നിലയിലുള്ള ചിന്തകളായതുകൊണ്ടാണ് ഞാൻ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാനൂടെ വന്നത്. എന്നാൽ 13 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ 13 വരെ തൊട്ട് വന്നു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് ശേഷം ഒരു ഇൻ്റർവെല്ലിന് ശേഷം പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഏകദേശം വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. 7 മൗണ്ടൻസ്. ഞാൻ ഇന്നലെ ഒരു ഇൻട്രോ പറഞ്ഞു. ഈ 7 മൗണ്ടൻസിനകത്ത് ആരൊക്കെയാണുള്ളത്? ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത് അതിനകത്ത് ഒന്നാമത്തത് മതമാണ്, അല്ലെങ്കിൽ ഫെയ്ത്ത്. രണ്ടാമത്തത് ഫാമിലി. മൂന്നാമത്തത് എഡ്യൂക്കേഷൻ. നാലാമത്തത് ഗവൺമെൻറ് ആൻഡ് ലോ. അഞ്ചാമത്തത് മീഡിയ, ന്യൂസ്, മറ്റ് സോഷ്യൽ നമ്മൾ കാണുന്ന സൊസൈറ്റിയിലെ സകല മീഡിയാസ്. ആറാമത്തത് ആർട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. അതിനകത്ത് നമ്മൾ ഫിലിംസ് ഉണ്ടാവും, ഫിലിം ഇൻഡസ്ട്രി, സ്പോർട്സ് ഇൻഡസ്ട്രി എന്ന് വേണ്ട എൻ്റർടൈൻമെൻറ്റ് വരുത്തുന്ന എല്ലാ ലോകവും. അടുത്തത് ബിസിനസ് ആൻഡ് എക്കണോമി. ഇങ്ങനെ 7 പ്രധാന മൗണ്ടൻസാണ് ഈ വേൾഡ് സിസ്റ്റത്തിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഈ ലോകത്തിലെ എല്ലാ മക്കളും, ഇത് ശ്രദ്ധിക്കണം, ഈ ലോകത്തിലെ എല്ലാ ജാതികളും, എവ്രി റിലീജിയസ് പീപ്പിൾ, അവരുടെ പ്രധാന ലക്ഷ്യം നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ക്ഷേത്രത്തിലോ ഒരു മോസ്കിലോ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു ആരാധന സ്ഥലത്ത് ഒരു ഭക്തനായ മനുഷ്യൻ, ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, താൻ പോകുന്നത് ഭൂമിയിലെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല, ഭൗതിക ആവശ്യങ്ങൾ. പ്രത്യേകിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അവരെ സൂക്ഷിക്കണം, അവരുടെ ബിസിനസ് നന്നാകണം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കണം, കല്യാണം നടക്കണം, മാർഗതടസ്സം മാറണം, നന്മയുണ്ടാകണം, സമ്പത്തുണ്ടാകണം. ഇങ്ങനെയുള്ള ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നല്ലൊരു ശതമാനം മനുഷ്യരും ദൈവത്തെ അന്വേഷിക്കുന്നത്. അപ്പോൾ റിലീജിയൻ എപ്പോഴും മനുഷ്യൻ്റെ ഏറ്റവും വലിയ അവിഭാജ്യ ഘടകമാണ്. മതമില്ലെങ്കിൽ മനുഷ്യർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം മതത്തിലാണ് അവരുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം. എന്നാൽ ഇതിൻ്റെ നടുവിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, സീക്ക് ye first the kingdom of God and its righteousness. അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്നു. അതായത് മുകളിൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, ഇത് ജാതികൾ അന്വേഷിക്കുന്നു. കർത്താവിൻ്റെ വാക്കാണ്, ആകാശവും ഭൂമിയും പടച്ച സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കാണ്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, ഇതിനു വേണ്ടിയാണ് മതങ്ങളുടെ കീഴിൽ, ഒരു റിലീജിയൻ്റെ കീഴിൽ ഇരിക്കുന്ന മനുഷ്യൻ്റെ പ്രധാന ചിന്ത എന്ത് തിന്നണം,
എന്ത് കുടിക്കണം, എന്ത് ഉടുക്കണം, എവിടെ പാർക്കണം, ഭൗതിക വിഷയം മാത്രമാണ്. എന്നാൽ കർത്താവായ യേശു പറയുകയാണ്, നിങ്ങൾ ഇതേ ഒന്നും അന്വേഷിക്കരുത്. ഇതല്ല നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. നിങ്ങളുടെ ഫസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സീക്ക് ഈ ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തെ നിങ്ങൾ അന്വേഷിക്കണം, അതിൻ്റെ റൈച്ചസ്നെസ് അന്വേഷിക്കണം. ഞാൻ പറഞ്ഞു, നമ്മുടെ ക്രൈസ്തവ സഭയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മക്കളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, സമ്പത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കടം മാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പല പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ മിശിഹായുടെ, നമ്മുടെ മാസ്റ്ററിൻ്റെ, നമ്മുടെ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ഇവയുടെ പുറകിൽ പോകാനോ ഇവയെ അന്വേഷിക്കുവാനോ നമുക്ക് അധികാരമില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? മുൻപേ അവൻ്റെ രാജ്യത്തെ അന്വേഷിക്കുക. സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പം ഇത് നമ്മുടെ ഇടയിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഒരു സത്യമാണ്. നമ്മൾ പറയും നമുക്കിതൊക്കെ ഉണ്ടെന്ന്, പക്ഷേ യാഥാർത്ഥ്യത്തിൽ നമ്മൾ ഇത് അന്വേഷിക്കാറില്ല. സീക്ക് എന്ന വാക്കിന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ മനസ്സിലാക്കുക എന്നാണ്. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം, അതിൻ്റെ കൾച്ചർ മനസ്സിലാക്കണം, അതിൻ്റെ ലോസ് മനസ്സിലാക്കണം, അതിൻ്റെ ഫങ്ഷൻസ് മനസ്സിലാക്കണം, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കണം, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൽ രാജാവാരാണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിനകത്ത് വിഷ്ടം എന്താണ്, അതിനകത്ത് മാനേജ്മെൻറ്റ് എന്താണ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം എന്ന വിഷയത്തിനകത്തെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിത് അറിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇഫ് യു സീക്ക് ദിസ്, ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്, ദ ഡൊമൈൻ, ദ കിങ്ഡം പേർപ്പസ് അല്ലെങ്കിൽ കിങ്ഡം പ്രിൻസിപ്പിൾസ്, ബാക്കിയുള്ളതെല്ലാം ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് അൺടു യു, ഇതെല്ലാം നമുക്ക് കൂടെ കൊടുക്കപ്പെടും എന്നാണ് വചനം. അപ്പം നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ചർച്ചുകളിൽ ഒരു രോഗശാന്തി പ്രാർത്ഥനയുടെ ആവശ്യമില്ല, ഭൂതശാന്തി പ്രാർത്ഥനയുടെ ആവശ്യമില്ല, ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ബിസിനസ് മീറ്റ് നടത്തേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒരു കാര്യം, നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചതായ, നമ്മുടെ ഭൗതിക വിഷയങ്ങളെ സംബന്ധിച്ച ഒരു കാര്യത്തിൻ്റെയും പുറകിൽ പോകേണ്ട ആവശ്യം നമുക്കില്ല. കാരണം ഇതിന് പകരം നമ്മൾ ദൈവരാജ്യത്തെ അന്വേഷിക്കാനായി തുടങ്ങിയാൽ, അതിൻ്റെ മഹത്വത്തെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ, അതിൻ്റെ അകത്ത് മാനേജ്മെൻറ്റ് അന്വേഷിക്കാൻ തുടങ്ങിയാൽ, അതിൻ്റെ ഫങ്ഷൻ അന്വേഷിക്കാൻ തുടങ്ങിയാൽ, ഈ ഭൗതിക കാര്യങ്ങളെല്ലാം കൂടെ കൊടുക്കപ്പെടും എന്ന് നമ്മുടെ മഹാരാജാവ് നമുക്ക് വാക്തത്വം ചെയ്തിരിക്കുക. വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല നമ്മുടെ കർത്താവ്. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയ വാക്യമാണത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, 7 പ്രധാന ഇൻഫ്ലുവൻസസ് ഇന്ന് ലോകത്തിലുണ്ട്. അതിനകത്ത് മതമുണ്ട്, കുടുംബമുണ്ട്, ഫാമിലി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഞാനത് സീരിയസ് ആയിട്ട് ഈ വിഷയങ്ങളെ പഠിക്കും. സോ ദ ഫസ്റ്റ് തിങ് ഐ എം ഗോയിങ് ടു ടീച്ച് യു അബൌട്ട് ദ ഫെയ്ത്ത് ആൻഡ് റിലീജിയൻ. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഒന്ന് തൊട്ടു. മതവും വിശ്വാസവും. നമ്മൾ ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ നമ്മുടെ ക്രിസ്ത്യാനിത്വം ഇന്ന് 21ാമത്തെ നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്നത് വാസ്തവത്തിൽ ഒരു മതത്തിൻ്റെ സിസ്റ്റമായിട്ടാണ്. ഇത് ഞാൻ പറയുമ്പോൾ ആരും എന്നോട് പിണങ്ങരുത്. ഒരു റിലീജിയസ് സിസ്റ്റമായിട്ടാണ് നമ്മുടെ ക്രിസ്തീയ ലോകം, ക്രിസ്ത്യാനിത്വം ഇന്ന് നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയപ്പോൾ അങ്ങനെ അല്ലായിരുന്നു. ഇത് തുടങ്ങിയപ്പോൾ കൃത്യമായ ദൈവരാജ്യമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ആദ്യ നൂറ്റാണ്ടിലെ ഒരു സംഭവങ്ങളും നമ്മുടെ സഭകളിലില്ല. നമ്മളതിനെല്ലാം വേറെ വ്യാഖ്യാനങ്ങൾ കൊടുത്തു. നമ്മൾ ഉള്ളതിനകത്ത് തൃപ്തരായിട്ടാണ് ജീവിക്കുന്നത്. സോ ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ആ വലിയ ചിത്രത്തിൽ നിന്ന് നമ്മുടെ ചർച്ച് റിലീജിയനായിട്ട് മാറി ഒരു ട്രാൻസിഷൻ നടന്നിട്ടുണ്ട്. ഇത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം ദൈവരാജ്യം എന്നത് മാത്രമേ ക്രിസ്തുവിൻ്റെ ഫോക്കസ് ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, ദൈവരാജ്യവും സഭയും ഒന്നാണെന്ന്. അപ്പോൾ ദൈവരാജ്യത്തിൽ എത്തി എന്ന് പറഞ്ഞാൽ സഭയിൽ എത്തിയെന്നാണ്. അല്ല, എക്ലീഷ്യായും കിങ്ഡം ഓഫ് ഗോഡും രണ്ടാണ്. ഒരിക്കലും അതിനെ ഒന്നാക്കരുത്. ഒരാൾ ചർച്ചിൻ്റെ മെമ്പറായി എന്ന് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ മെമ്പറായി എന്ന് വെച്ചുകൊണ്ട് ആ ആള് ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൺ ആകണം എന്നില്ല. അതായത് ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്ത്യൻ റിലീജിയൻ്റെ മെമ്പേഴ്സാണ്. അപ്പോൾ ക്രിസ്ത്യൻ റിലീജിയൻ്റെ മെമ്പർ ആകാനായിട്ട് ഒരിക്കലും അദ്ദേഹത്തിന് ഒരു ക്രൈറ്റീരിയമില്ല. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ അയാൾ ജനിച്ചാൽ അയാൾ ക്രിസ്ത്യാനിയാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ പിറന്നു വീണ് ആ മാതാപിതാക്കൾ വളർത്തപ്പെടുന്ന ഏതൊരു മനുഷ്യനും ക്രിസ്ത്യാനിയാണ്. കാരണം മതം എന്ന് പറയുന്നത് ജനനം കൊണ്ട് അവന് ലഭിക്കുന്നതാണ്. കാരണം ഒരു ഹൈന്ദവ സഹോദരൻ ഹിന്ദുവായത് അവൻ ആ ഹിന്ദു വീട്ടിൽ ജനിച്ചതുകൊണ്ടാണ്. ഒരു മുസ്ലിം ആയത് പിറന്നു വീണത് മുസ്ലിമിൽ ആയതുകൊണ്ടാണ്.
ഒരു പക്ഷേ അതവൻ്റെ ചോയ്സ് പോലെയല്ല. റിലീജിയൻ ഒരിക്കലും ആരുടെയും ചോയ്സ് അല്ല. ഒരു മതവും ആരുടെയും ചോയ്സ് അല്ല. അവന് ബുദ്ധിയും വിവേകവും ഉണ്ടാകുന്ന കാലത്ത് അവന് ഒരു മതത്തെ ചോയ്സ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ ബർത്തിൽ അവന് കിട്ടുന്ന ഒരു ബർത്ത് റൈറ്റ് പോലെയാണ് റിലീജിയൻ. കാരണം ഒരു കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ ഇന്ന മതത്തിൽ ജനിക്കണം എന്ന ചിന്തയിലല്ല. അതായത് വിത്തൗട്ട് ചോയ്സിൽ അവന് കിട്ടുന്ന ഒരു പേരാണ് അവന് കിട്ടിയ റിലീജിയൻ എന്ന് പറയുന്നത്. സോ മതം എന്ന് പറയുന്ന വിഷയം വലിയ ഇൻഫ്ലുവൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയായിട്ട്, ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ക്രിസ്ത്യാനിയായിട്ടിരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ മറ്റൊരിതര കുടുംബത്തിലാണ് ഞാൻ ജനിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും എനിക്ക് സുവിശേഷത്തെ അംഗീകരിക്കണമെന്നില്ല, വചനം ഞാൻ സ്വീകരിക്കണമെന്നില്ല. എത്ര കാര്യമായിട്ട് ദൈവം പറഞ്ഞാലും എനിക്കത് അംഗീകരിക്കണമെന്നില്ല. കാരണം എൻ്റെ വില്ല് ഒരു പക്ഷേ അതിനെന്നെ അനുവദിച്ചില്ലെന്ന് വരാം. അപ്പം ഞാൻ ഇന്നൊരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിനകത്ത് ആ പകുതി 50% എന്ന് പറയുന്നത് ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട്. അപ്പം ഈ മനുഷ്യജാതിയെ മൊത്തം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, മനുഷ്യജാതിയെ മൊത്തം അവൻ്റെ ജനനം മുതൽ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും ശക്തമേറിയ ഒരു പർവ്വത സമമായ ഇൻഫ്ലുവൻസ് ആണ് അവൻ്റെ മതം. മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജനനം മുതൽ അവനെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ്. അതിനെ മാറ്റാൻ പറ്റില്ല. അതിനെ മാറ്റാൻ നാം ശ്രമിക്കുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം മതം എന്ന് പറയുന്നത് ബർത്ത് റൈറ്റ് പോലെ ഒരാൾക്ക് കിട്ടുകയാണ്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞ് ക്രിസ്ത്യാനി, ഇസ്ലാം കുടുംബത്തിൽ ജനിച്ച കുഞ്ഞ് മുസ്ലിം, ഹിന്ദു കുടുംബത്തിൽ ജനിച്ച കുഞ്ഞ് ഹിന്ദു, ബുദ്ധ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞ് ബുദ്ധൻ. അപ്പോൾ ആ കുഞ്ഞ് ജനിച്ചപ്പോഴേ ബുദ്ധനായിട്ട്, ബുദ്ധമതത്തിൻ്റെ ആളായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. അവനെ ബുദ്ധ പഠനശാലയിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ദർഹായിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നു. സോ ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിലീജിയൻ എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഫ്ലുവൻസിങ് ഫാക്റ്റാണ്. അപ്പോൾ ദൈവരാജ്യം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ പറഞ്ഞാൽ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡിയാണ്. ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നവർ അത് എത്ര പേരായാലും കുഴപ്പമില്ല. ഞാനിതിനകത്ത് ഈവൻ 5 പേരാണെങ്കിലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൂത്താണ്. പിന്നെ നമ്മുടെ ആളുകൾക്ക് മതം എന്നത് വളരെ ശക്തമായ നിലയിൽ ക്രിസ്തീയ സഭയ്ക്കകത്ത് വന്നതുകൊണ്ട് ദൈവരാജ്യം എന്ന ആ വലിയ സത്യം ഇതെവിടെയോ കുഴിച്ചു മൂടപ്പെട്ടു പോയി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇടയിൽ എല്ലാ തിയോളജിയും പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് സോറ്റീരിയോളജി ഉണ്ട്, ന്യൂമാറ്റോളജി ഉണ്ട്, എസ്കറ്റോളജി ഉണ്ട്, ഏഞ്ചലോളജി ഉണ്ട്, ഡീമനോളജി ഉണ്ട്, പിന്നെ സിസ്റ്റമാറ്റിക് തിയോളജി ഉണ്ട്. ആ തിയോളജികൾക്കകത്ത് തന്നെ പല പല വിങ്സ് ഉണ്ട്. ലിബറൽ തിയോളജി ഉണ്ട്, ആഫ്രിക്കൻ തിയോളജി ഉണ്ട്, ദളിത് തിയോളജി ഉണ്ട്, ബഫല്ലോ തിയോളജി ഉണ്ട്. തിയോളജി തന്നെ ഒത്തിരി തിയോളജിയാണ്. ഇങ്ങനെ തന്നെ ഒരുപാട് തിയോളജിക്കൽ വ്യൂസ്, തിയോളജി ധാരാളമുണ്ട്. പക്ഷേ ഈ ബൈബിൾ സെമിനാരികളിൽ ഇല്ലാത്ത ഒന്നുണ്ട്. അതാണ് യേശുനാഥൻ പറഞ്ഞ അപ്പോസ്തലന്മാരെ പറഞ്ഞേൽപ്പിച്ചത്. അത് മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ സംവിധാനങ്ങളിലുണ്ട്. അപ്പം നമ്മുടെ ക്രിസ്തീയ സമൂഹം, ക്രിസ്തീയ സഭ നിലനിൽക്കുന്നത് ഈ റിലീജിയൻ്റെ ബേസിലാണ്. ആദ്യം നമ്മൾ മറ്റു മതങ്ങളെ നേടി അവരെ രക്ഷിക്കാനും ആ നാടിനെ സ്വാധീനിക്കാനും നമ്മൾ പോകരുത്. ഒരു സഭയ്ക്കും അതിനുള്ള അവകാശമില്ല. ആദ്യം നമ്മിൽ അടിഞ്ഞുകൂടിയ മതത്തിൻ്റെ ആ ക്ലാവ് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ആ ചേറ് നമ്മൾ എടുത്തു കളയേണ്ടതുണ്ട്. ക്രിസ്ത്യാനിറ്റിയെ ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ഗവൺമെൻ്റൽ പൊസിഷനിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഈ നാടിന് വലിയ മാറ്റങ്ങൾ നാളുകൾ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം റിലീജിയനാണ് നമ്മുടെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഞായറാഴ്ച ആരാധനകൾ റിലീജിയനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഞായറാഴ്ച ആരാധന 2-3 ആഴ്ച മാസങ്ങളായിട്ടിപ്പം ഇല്ല. എന്നിട്ടും ഭൂമിയൊന്നും തലതിരിഞ്ഞൊന്നും പോയില്ല. ഇവിടെ സാത്താൻ കയറി വാണില്ല. പൈശാചിക ശക്തികൾ അതിൻ്റെ ശക്തിയോടെ കൊടുമ്പരി ഒന്നും കൊണ്ടില്ല. എന്താ കൊണ്ടുകാഞ്ഞ്? ഒന്നും കൊള്ളത്തില്ല. ഇനിയും ഇവിടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ 1 വർഷം ആരാധനാലയങ്ങൾ തുറന്നില്ലെങ്കിലും കർത്താവിനോ ദൈവരാജ്യത്തിനോ ഒന്നും സംഭവിക്കത്തില്ല. കാരണം നമ്മൾ മതമായിട്ട് മാറി. മതം ഒരിക്കലും ദൈവരാജ്യവുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ഇനി നമ്മൾ മനസ്സിലായില്ലേ, അതായത് കിങ്ഡം ഓഫ് ഗോഡിന് ഒരിക്കലും റിലീജിയൻ ഒരു സപ്പോർട്ടല്ല. എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ എതിരാളി, ഇത് മനസ്സിലാക്കണം, ദൈവരാജ്യത്തിൻ്റെ എതിരാളി ഒരു മതമാണ്. റിലീജിയനാണ് എപ്പോഴും ക്രിസ്തീയ രാജ്യത്തെ, ദൈവരാജ്യത്തിൻ്റെ ഒപ്പോണൻ്റായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ 2-ാമത്തെ അധ്യായം മുതൽ പിന്നെ അങ്ങോട്ട് നമ്മൾ ഭയങ്കര പീഡകൾ കാണാൻ പറ്റും.
വലിയ ഉപദ്രവങ്ങൾ കാണാൻ പറ്റും. ശിഷ്യന്മാർ എവിടെ ചെന്നാലും ഉപദ്രവം, അപ്പോസ്തലന്മാർക്ക് എവിടെ ചെന്നാലും ഉപദ്രവം, ക്രിസ്ത്യാനികൾക്ക് എവിടെ ചെന്നാലും ഉപദ്രവം, നാട്ടിൽ നിന്ന് അവരെ ഓടിച്ചു കളയുകയാണ്. എങ്ങനെയാണ് ഇവർ ഉപദ്രവത്തിൽ പെട്ടുപോയത്? എന്തുകൊണ്ടാണ് ഈ ഉപദ്രവം ഇവർക്ക് സംഭവിച്ചത്? എന്തിനാണത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? എന്നിട്ട് നമ്മൾ ബൈബിൾ വയ്ക്കുന്നു, അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ് എന്നും കൂടെ ഉണ്ട്. കാരണം ഈ പേഴ്സിക്യൂഷൻസ്, ട്രയൽസ്, സഫറിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും ദൈവരാജ്യത്തിന് വരാൻ കാരണം ഇത് വന്നതൊന്നും കോമൺ ജനങ്ങളിൽ നിന്നല്ല. ഇതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഒരിക്കലും ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചാൽ സാധാരണക്കാരിൽ നിന്നല്ല ഇവർക്കൊന്നും പീഡനങ്ങൾ വന്നത്. ഒരു കോമൺ മോബ്, ഒരു കോമൺ ജനം ഒരിക്കലും ഈ ജനത്തെ, അപ്പോസ്തലന്മാരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഒരു പൊതുജനവും ക്രിസ്തീയ രാജ്യത്തിന്, ദൈവരാജ്യത്തിന് വിരുദ്ധമായി നിന്നിട്ടില്ല. ദൈവരാജ്യത്തിന് വിരുദ്ധമായി നിന്നത് മുഴുവൻ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മതമായിരുന്നു. മതത്തിൻ്റെ ആളുകൾ, അതിൻ്റെ സ്ക്രൈബ്സ്, അതിൻ്റെ എൽഡേഴ്സ്, അതിൻ്റെ റൂളേഴ്സ്, മതപരമായ ബന്ധമുള്ള അതിൻ്റെ ആളുകൾ മാത്രമാണ് ഈ ദൈവരാജ്യ സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തകരെ എതിർത്ത വ്യക്തികൾ. അപ്പം മതം എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ എതിരാണ്. കാരണം മതം എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് പവർഫുൾ ഇൻഫ്ലുവൻസിങ് ഫാക്ട് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്വാധീന ശക്തിയാണ് മതം. സോ ഈ മതത്തിൻ്റെ പുറത്ത്, ഈ മതത്തിൻ്റെ മുകളിൽ ദൈവരാജ്യത്തിൻ്റെ സ്വാധീനമുണ്ടാകണം. അപ്പം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഉടനെ കൈയടിച്ച് പാട്ടുപാടുക, സ്വർഗത്തിൽ പോയി, ഈ ചിന്തകളിൽ നിന്ന് ക്രിസ്ത്യാനി ഉണരണം. ക്രിസ്ത്യാനി ഈ ലാസ്യത്വത്തിൽ നിന്ന്, ഈ മടിയിൽ നിന്ന് ഉണർന്നു വരണം. നമ്മൾ മടി പിടിച്ചവരായിട്ട്, നമ്മൾ മടിയന്മാരായിട്ട് ഇങ്ങനെ തുടരുകയാണ്. സോ ഇതിൽ നിന്ന് നാം ഉണർന്ന് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് റിലീജിയൻ. റിലീജിയനും കിങ്ഡവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ അറിയണം. ഇത് രണ്ടും കൂടെ ആദ്യം നമ്മുടെ സഭയെ പഠിപ്പിക്കണം. എസ്പെഷ്യലി നമ്മുടെ സഭ, നമ്മൾ പഠിപ്പിക്കുന്ന കോൺഗ്രിഗേഷൻ, നിങ്ങൾ പോകുന്ന പ്രാർത്ഥനാ കൂട്ടം, നിങ്ങളുടെ പള്ളി, നിങ്ങളുടെ ആരാധനാലയം, നിങ്ങൾ പോകുന്നത് എവിടെ ആയിക്കോട്ടെ, അവിടെ പഠിപ്പിക്കുന്ന മെസ്സേജ് ഒരു റിലീജിയനാണോ അതോ ദൈവരാജ്യ സംബന്ധമായിട്ടുള്ളതാണോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതാണ് ആദ്യം നമുക്ക് വരേണ്ട ബോധ്യം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ബോധവൽക്കരണം പോലെ നിങ്ങൾക്ക് നടത്തുകയാണ്. കാരണം ഞാൻ ഇത് പറയാനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദൈവരാജ്യ സന്ദേശം ഇത്ര പ്രാധാന്യമുള്ളത്? നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകളുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് നമ്മളെല്ലാവരും ഘോരഘോരം പ്രസംഗിക്കുന്ന. എന്നാൽ യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ലോകത്ത് വന്നതെന്ന്. കർത്താവ് പല കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്, അങ്ങനെ ഒരു വാക്യമുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നൊരു വാക്യമുണ്ട്. എന്നാൽ ഞാൻ പാപികളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി വന്നു എന്ന് യേശു പറഞ്ഞതായിട്ട് എങ്ങും നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ യേശു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് യേശുവിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നൊരു വാക്കുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക്, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4 വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 43-ാമത്തെ വാക്യം. ഇറ്റ്സ് എ വെരി പവർഫുൾ വേർഡ്. അവൻ അവരോട്, അതായത് യേശുനാഥൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു. 2, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആകാശത്ത് മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം. വെറുതെ തമാശയ്ക്ക് സന്ദർഭത്തിനനുസരിച്ച് പറയുന്ന ആളല്ല യേശു. യേശു തൻ്റെ വരവിൻ്റെ ഉദ്ദേശത്തെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നൊരു വേദഭാഗം ഇത്. ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു. അപ്പം യേശു പറയുകയാണ്, എനിക്ക് എന്താണ് സുവിശേഷീകരിക്കേണ്ടത്? അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞ് ഇത് തന്നെ എംഫസൈസ് ചെയ്യാനൊരു കാരണമുണ്ട്. ഈ യേശു അപ്പോസ്തലന്മാരും പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: കാലം തികഞ്ഞു, ദൈവരാജ്യം
സമീപിച്ചിരിക്കുന്നു. ഈ സമീപിച്ചിരിക്കുന്നു എന്നതിന് കൊടുത്തിരിക്കുന്ന ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിലെ ഒറിജിനൽ പദം, അതിൻ്റെ റിയൽ മീനിങ്, അല്ലെങ്കിൽ യേശു പറഞ്ഞ അറാമിക്കിൻ്റെ ഒറിജിനൽ മീനിങ് ഇങ്ങനെയാണ്: ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറൈവ്ഡ്. ദൈവരാജ്യം എത്തിച്ചേർന്നിരിക്കുന്നു. ദൈവരാജ്യം എത്തിച്ചേർന്നിരിക്കുന്നു. അറ്റ് ഹാൻഡ് എന്ന് പറയുന്ന അർത്ഥത്തെക്കാളും ദാ എത്തിക്കഴിഞ്ഞു. ദ കിങ്ഡം ഓഫ് ഹാസ് കം, അങ്ങനെ വേണേൽ പറയാം, വന്നു ചേർന്നിരിക്കുന്നു. അടുത്തത് പറയാണ്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇത് ഞാൻ പ്രസംഗിക്കുന്ന മലയാളികൾ ചിന്തിക്കണം. എന്തിൽ വിശ്വസിക്കാനാണ്? സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പൊ നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ്? യു ആർ എ സിന്നർ, യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഗോയിങ് ടു ബി ഇൻ ഹെൽ, യു ആർ ഗോയിങ് ടു ഡൈ ആൻഡ് യു വിൽ എൻഡ് അപ്പ് ഇൻ ഹെൽ. So Jesus Christ died for you on the cross, and he shed his blood, and he has suffered, and he has paid the price for the sins. അവൻ വില കൊടുത്തു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി, വേഗം തിരിച്ചു വരും. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വിശ്വസിച്ചാൽ രക്ഷപ്പെടും. എന്താണ് നമ്മുടെ സുവിശേഷം? ഞാൻ ഇത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാം. നിങ്ങളിത് എത്രത്തോളം സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് സുവിശേഷം? യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പാപമോചനം ഉണ്ടാകും. ഇതാണ് നമ്മൾ ലോകത്തോട് പ്രസംഗിക്കുന്ന സുവിശേഷം. മാറ്റമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ യേശു മരിക്കുന്നതിന് മുമ്പ്, യേശുവിന് 30 വയസ്സായപ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും താനും പോയ ഇടങ്ങളിലെല്ലാം പ്രസംഗിച്ചു. ദൈവരാജ്യം സുവിശേഷിച്ചിട്ട് പറഞ്ഞു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പോൾ യേശു മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ സുവിശേഷം ഏതാണ്? നമ്മൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മതത്തിൻ്റെ ആളുകളായതുകൊണ്ടാണ് നമ്മുടെ ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയി. നമ്മളൊരു മന്ദബുദ്ധിയെ പോലെയാണ് എല്ലാ സഭാ ഹോളുകളിലും ഇരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ ബ്രെയിൻ അവർ വാഷ് ചെയ്ത് അതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ലാതായി. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും മടങ്ങിവരവുമാണ് സുവിശേഷമെങ്കിൽ, യേശുനാഥൻ ഭൂമിയിലായിരുന്നപ്പോൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ. അതേതാ സുവിശേഷം? അപ്പം മരണവും പുനരുത്ഥാനവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും മടങ്ങിവരവും അല്ല സുവിശേഷമെങ്കിൽ, അതല്ല, അതിനു മുമ്പ് സുവിശേഷം പ്രസംഗിച്ചെങ്കിൽ അതേതാ സുവിശേഷം? അത് മറ്റൊന്നുമല്ല, ദ ഡൊമൈൻ, മെംലാക്ക എന്ന് പറയും. മെംലാക്ക, കിങ്ഡം അറൈവ്ഡ്. ദാറ്റ് വാസ് ദ ഗോസ്പൽ. ഹ്യൂമാനിറ്റിയുടെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഡൊമൈൻ, മനുഷ്യരാശിക്ക് കൈമോശം വന്നുപോയ ആ റൂളിംഗ് അതോറിറ്റി, ആ ഡൊമിനിയൻ ദാണ്ടെ ക്രിസ്തു കൊണ്ടുവന്നിരിക്കുന്നു. ആധിപത്യം തോളിൽ ചുമന്ന ശിശു ഈ ഗവൺമെന്റുമായിട്ടാണ് ഭൂജാതനായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദമിന് നഷ്ടപ്പെട്ടത് യേശു കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് യേശുവും അപ്പോസ്തലന്മാരും പ്രസംഗിച്ച സുവിശേഷം. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ ദേഷ്യമോ കലിയോ എന്തെങ്കിലുമൊക്കെ വന്നാലും കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം പറയാൻ പോവാം. യേശു എവിടെയെങ്കിലും പോയി യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചോ? ചിന്തിക്കാം. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചോ? കബർനഹൂമിൽ ചെന്നിട്ട്, പ്രിയമുള്ളവരെ, ഞാൻ ആരെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ സാധാരണ ഒരു അപ്പനമ്മയിൽ നിന്ന് ജനിച്ചതല്ല. ഞാൻ കന്യകയായ മറിയയുടെ മകനാണ്. അപ്പോൾ എൻ്റെ ജനനം കൊണ്ട് ഞാൻ വലിയവനാണ്. ഞാൻ കാനാവിലെ കല്യാണത്തിന് പോയപ്പോൾ യേശു അങ്ങനെ പ്രസംഗിച്ചോ? നമ്മുടെ ആളുകളെല്ലാം പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ കോഴിക്കോട്ട് ചെന്നപ്പോൾ ഒരു മനുഷ്യനിങ്ങനെ മുടന്തനായിട്ടിരുന്നു. അവൻ എഴുന്നേറ്റ് നടന്നു. സ്തോത്രം. കോഴിക്കോട്ട. ഞാൻ
അമേരിക്കയിൽ കാലിഫോർണിയയിൽ ചെന്നപ്പോൾ അവിടെ ഒരു മുഴയുള്ളൊരു രോഗി വന്നു, അവൻ സൗഖ്യമായി. യേശു അതുപോലെ എങ്ങനെ പ്രസംഗിച്ചോ? യേശു എവിടെയെങ്കിലും യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചോ? ചിന്തിക്കുക. യേശു എവിടെയെങ്കിലും യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചോ? പ്രസംഗിച്ചില്ല. യേശു പ്രസംഗിച്ചതെല്ലാം ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്. പക്ഷെ നമ്മളെന്താ? നമ്മളിപ്പോൾ യേശുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. ഞാൻ ആരാന്നറിയാമോ? എനിക്ക് അത്ഭുതം ചെയ്യാൻ പറ്റും, ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ്, വേണമെങ്കിൽ വിശ്വസിച്ചാൽ നിനക്കൊക്കെ വിടുതല, ഞാൻ മരിക്കാൻ പോവാണ്, എൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്, ഇതൊന്നും യേശു പ്രസംഗിച്ചൊന്നുമില്ല. യേശു ഒരിക്കലും തന്നെക്കുറിച്ച് യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാകണമെന്നില്ല. അതായത് എനിക്ക് വേറൊരുത്തിൻ്റെ സാക്ഷ്യമുണ്ട്, ഞാൻ പറഞ്ഞാലും സത്യം തന്നെയാണെങ്കിലും വേറൊരാളുടെ സാക്ഷ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ജീസസ് വാസ് നോട്ട് പ്രീച്ചിങ് ഫോർ ഹിംസെൽഫ്. അവനെക്കുറിച്ച് മാത്രം അവൻ പ്രസംഗിക്കല്ലായിരുന്നു. ജീസസ് പ്രീച്ച്ഡ് ഓൾവേസ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. ലൂക്ക് 4:43 പറഞ്ഞു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത്. ഐ എം സെൻഡ് ബൈ ദ ഓൾമൈറ്റി ഫാദർ ടു പ്രീച്ച് ദ ഗുഡ് ന്യൂസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. കർത്താവ് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യം ദൈവരാജ്യം പ്രസംഗിക്കാനായിരുന്നു. യേശു ക്രിസ്തു ഒരിക്കലും യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചില്ല. യേശു പറഞ്ഞില്ലേ, ഞാൻ വാതിൽ ആകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ സത്യമാകുന്നു, ഞാൻ ജീവനാകുന്നു, ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ അത് മാത്രം എടുക്കാം. നമ്മൾ വലിയ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ, വലിയ നല്ല ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ വാതിലുകളൊക്കെ വളരെ മനോഹരമായിട്ട് കൊത്തുപണികൾക്കൊക്കെ ഉണ്ടാക്കി വലിയ മെറ്റലൊക്കെ പാകിയ വലിയ മനോഹരമായ ഒരു വാതിലാണ്. ആ വാതിലിനെ കുറിച്ച് അവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ സെക്യൂരിറ്റി, ഈ വാതിൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്നതാണ്, ഇത് പൈൻ മരത്തിൻ്റെതാണ്, ഇത് യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്, ഇത് നിങ്ങൾക്കറിയാമോ, ഇതുപോലൊരു വേറൊരു വാതിൽ ഭൂമിയിലില്ല, ഈ വാതിലല്ലാതെ വേറൊരു വാതിലില്ല, ഇതുപോലൊരു വാതിൽ വേറൊരു വാതിലില്ല, എല്ലാ വാതിലുകളും പൊടിഞ്ഞു പോകുന്നതാണ്, ഇത് പൊടിയാത്ത വാതിലാണ്, എല്ലാ വാതിലുകൾക്കകത്തും പുഴു കയറും, ഇതിനകത്ത് മാത്രം ഒരു കീടവും കയറത്തില്ല, ഈ വാതിൽ ശക്തിയുള്ള വാതിലാണ്, ഇത് നിത്യവാതിലാണ്, ഇത് മാറാത്ത വാതിലാണ്, ഈ വാതിൽ എന്ന് പറയുന്നത് ഏകവാതിലാണ്. ഇത് മാത്രം പറഞ്ഞിട്ട് പോയാൽ ഈ വന്ന ആളിൻ്റെ വിശപ്പ് മാറുമോ? അല്ല, എനിക്കറിയാമോ ചോദിക്കുക. ഹോട്ടലിൻ്റെ വാതിൽ ഭയങ്കര വാതിലിൻ്റെ വർണ്ണനയാണ്. വാതിലിനെ കുറിച്ച് വർണ്ണിച്ചാൽ ഹോട്ടലിനകത്ത് മനുഷ്യർക്ക് ഒരുക്കിയിരിക്കുന്ന ആഹാരം കഴിച്ച് അവൻ്റെ വിശപ്പ് മാറുമോ? ഇന്നത്തെ ക്രിസ്തീയ ലോകത്തെ പ്രസംഗം ഇതാണ്, വാതിലിനെ പ്രസംഗിക്കുകയാണ്. യേശു പറഞ്ഞത് വാതിലിനെ ഞാൻ വാതിൽ എന്ന് പറഞ്ഞാൽ, വാതിൽ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഏതോ ഒരു വലിയ ഗ്രഹത്തിന്റെ എൻട്രൻസ് ആണല്ലേ, ഒരു വലിയ സംവിധാനത്തിലേക്ക് പ്രവേശനം ഉള്ള കവാടമാണ് ഞാനെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ യേശു കർത്താവിന്റെ അടുക്കൽ വരുന്ന ആളിന് എന്ത് കിട്ടുകയാണ്? ഈ വലിയ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഓപ്പണിംഗ് ആണ് ക്രൈസ്റ്റ്. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ കൺവെൻഷൻ വേദികളിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ പ്രസംഗ പീഠങ്ങളിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. വാതിലിന്റെ വർണ്ണനയാണ്. ഇത് സ്വർണത്തിലുണ്ടാക്കിയ വാതിലാണ്, ഇത് തകരാത്ത വാതിലാണ്, ഇത് ശത്രു തൊടാത്ത വാതിലാണ്, പാതാളം ജയിക്കാത്ത വാതിലാണ്. കേൾക്കാൻ പറ്റുന്നില്ലേ? സോ വി ആർ ടോക്കിംഗ് അബൌട്ട്, വി ആർ പ്രീച്ചിങ് അബൌട്ട് ദ ഡോർ. സോ യേശു ഒരിക്കലും യേശുവിനെ പ്രസംഗിക്കാൻ പറഞ്ഞു വിട്ടിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോസ്തലന്മാരെ എല്ലാവരെയും 12 പേരെ ഓരോരുത്തരെ അയച്ചിട്ട് ഗോ ആൻഡ് പ്രീച്ച് അബൌട്ട് മീ എന്നാണോ പറഞ്ഞു? ഗോ ആൻഡ് പ്രീച്ച് അബൌട്ട് മീ എന്ന് പറഞ്ഞോ? നിങ്ങൾ പോയി എന്നെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞോ? നിങ്ങൾ പോയി എൻ്റെ ജനനം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ വരവ്, ഞാൻ ഇവിടുന്ന് വന്നു, ഞാൻ എന്ത് ചെയ്യാൻ വന്നു, ഇത് പറയാൻ പറഞ്ഞോ?
ജീസസ് നെവർ ഒരിക്കലും പറഞ്ഞില്ല എന്നെക്കുറിച്ച് പ്രസംഗിക്കാൻ. ജീസസ് തൻ്റെ അപ്പോസ്തലന്മാരെ വിട്ട് പറഞ്ഞു, ഗോ ആൻഡ് പ്രീച്ച് the kingdom of God. I found a very powerful thing in the Bible. ജീസസ് അവൻ്റെ അപ്പോസ്തലന്മാരെ ഒറ്റ കാര്യം മാത്രമേ പ്രസംഗിക്കാൻ അയച്ചിട്ടുള്ളൂ. ഒരേ ഒരു കാര്യം. The whole ബൈബിളിൽ സിംഗിൾ മാറ്റർ, എക്സ്ട്രാ ഒന്നുമില്ല. സിംഗിൾ വൺ, the kingdom of God. പക്ഷേ ഇന്ന് ലോകം മൊത്തം ഇതൊഴിച്ച് ബാക്കി എല്ലാം പ്രസംഗിക്കപ്പെടുക. ഒറ്റ മെസ്സേജേ ഉള്ളൂ പ്രസംഗിക്കാൻ, സിംഗിൾ മെസ്സേജ്, ദ കിങ്ഡം ഓഫ് ഗോഡ്. ജീസസ് പറഞ്ഞു, അത് പറയാൻ വേണ്ടിയാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പോസ്തലന്മാരെ മുഴുവൻ വിട്ടിട്ട് പറഞ്ഞു, പ്രീച്ച് അബൌട്ട് ദ കിങ്ഡം. ഞാൻ വിശ്വസിക്കുന്നു, ഐ വാസ് റിയലി തിങ്കിങ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, വാട്ട് വാസ് ജീസസ്, യേശു എന്താണ് 40 ഡേയ്സ് ബൈബിൾ സ്റ്റഡി നടത്തിയത്? 40 ഡേയ്സ്, അതായത് ആഫ്റ്റർ ഹിസ് റിസറക്ഷൻ ആൻഡ് സ്വർഗാരോഹണത്തിന് ശേഷമുള്ള 40 ദിവസങ്ങൾ യേശു എന്തൊക്കെ ആയിരിക്കും ഈ അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചത്? എനിക്ക് തോന്നുന്നു സോ മെനി മിസ്റ്ററീസ് പഠിപ്പിച്ചതാണ്. നമ്മളെല്ലാം കൂടെ ഒരു ടൈം ട്രാവൽ നടത്തി ഒരു ടൈം മെഷീനകത്ത് കയറി തിരിച്ചു പോയാൽ, ആ ഒരു കാലത്തിലേക്കൊന്ന് പോയി മേ ബി ഒന്ന് സ്പിരിറ്റിൽ പോയാൽ, വി ക്യാൻ ഗെറ്റ് സോ മെനി പവർഫുൾ വണ്ടർഫുൾ തിങ്സ്. സോ എൻ്റെ കേൾവിക്കാരോട് ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പറയുക, ഇതൊരു ബൈബിൾ സ്റ്റഡി നടത്തുന്ന ഒരു സാർ എന്ന നിലയിലോ ടീച്ചർ എന്ന നിലയിലല്ല, ആസ് എ മാൻ ഓഫ് ഗോഡ്, അനോയിന്റഡ് ബൈ ഗോഡ്, ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ആസ് എ കിങ്ഡം സിറ്റിസൺ, ഐ എം ടെല്ലിങ് യു, ഡു നോട്ട് പ്രീച്ച് എനിത്തിങ്, only the kingdom of God. അത് മാത്രം പ്രസംഗിക്കാനാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോസ്തലന്മാരെ അയച്ചതും അത് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു കാര്യം കൂടെ പറയാം. അപ്പോൾ യേശുവിനെ പ്രസംഗിക്കരുത് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ആളുകളെ എനിക്കിട്ട് ചീത്ത വിളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞത് ആശയം മനസ്സിലാക്കി വേണം എടുക്കാൻ. കാരണം ഇടയ്ക്ക് വെച്ചത് കട്ട് ചെയ്തുകൊണ്ട് പോകരുത്. പൗലോസ് പ്രസംഗിച്ചോ? യേശുവിനെ പ്രസംഗിച്ചു. എപ്പോഴാണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. അപ്പോസ്തല പ്രവൃത്തി 28 ബൈബിൾ ഉള്ളവർ നോക്കിക്കോ. നമ്മൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു ബൈബിൾ കയ്യിൽ വെച്ചേക്കണം. അപ്പോസ്തല പ്രവൃത്തി 28 29 വാക്യം. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു, തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു പൗലോസ്. 2 വർഷം വിഘ്നം കൂടാതെ പൗലോസ് എന്ത് പ്രസംഗിച്ചു? ദൈവരാജ്യം പ്രസംഗിച്ചു. തീർന്നിട്ടില്ല. അടുത്തത്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പം ഉപദേശം യേശുക്രിസ്തുവിനെ കുറിച്ചും, പ്രസംഗം ദൈവരാജ്യവും, പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്. അതായത് they preached about the kingdom of God and teach about the kingdom laws. യേശു ക്രിസ്തുവിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ യേശു അന്യായി ജനിച്ചത് കഥയൊന്നുമല്ല. ഇപ്പം നമ്മുടെ ആളുകളുടെ പ്രശ്നം, നമ്മൾ ആവശ്യമുള്ളതെല്ലാം വിഴുങ്ങിയിട്ട്, ഇപ്പം യേശു ക്രിസ്തു കന്യകയിൽ ജനിച്ചു, ആ കന്യകയായ മറിയ വിശുദ്ധയാണ്, ഞാനതൊക്കെ വിശ്വസിക്കുന്ന ആളാകട്ടോ. ആദിമസഭ അത് വിശ്വസിക്കുന്നെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ അതിനെതിരെ ഒരു വാചകം അടിക്കാനൊന്നും ഞാനില്ല. യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് വേറൊരു മക്കളില്ല എന്ന് ആദിമസഭ പറഞ്ഞെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട്. ഐ റെസ്പെക്ട് ദാറ്റ് വുമൺ. പരിശുദ്ധമായി ആ അമ്മയെ ലോകം മുഴുവൻ കർത്താവിൻ്റെ സഭ കാണുന്നെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വിഷയം അമ്മയുടെ കന്യാത്വമല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൻ്റെ അമ്മ വിശുദ്ധ കന്യകയാണെന്നും ഇന്ന് വരെ കന്യകയാണെന്നും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മുടെ വിഷയമല്ല, നമ്മുടെ വിഷയം ആകേണ്ട കാര്യമില്ല. കാരണം എന്താ? യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം, അപ്പോസ്തലന്മാരെല്ലാവരും എന്തിനു വേണ്ടി നിന്നോ അതിനുവേണ്ടിയാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മുടെ പ്രശ്നം അവരെന്തിനു വേണ്ടി നിന്നു എന്നതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കുക എന്നതാണ്. അതിനുവേണ്ടി വഴക്കുണ്ടാക്കുക. അവരെന്ത് ലക്ഷ്യത്തോടു കൂടെയാണ് ജീവനെ വെടിഞ്ഞ് മുമ്പോട്ട് പോയത്, അതിനു വേണ്ടിയാണ് ഇന്നത്തെ സഭ നിൽക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ്, യേശുപ്പച്ചൻ്റെ അമ്മ മറിയയും
അപ്പോസ്തലന്മാരെല്ലാം കൂടെ ഇന്ന് ഇവിടങ്ങനെ വന്നിരുന്ന ഈ ഉപദേശിമാരുടെ ചെവിക്കന്നത്തിന് അടി കൊടുത്തേനെ. അല്ല, ഈ ചെവിക്കുറ്റി നോക്കി നല്ല വീക്ക് കൊടുത്തേനെ. കാരണം നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് തർക്കിക്കാൻ ആവശ്യമില്ല, നിങ്ങൾ പോയി ഞങ്ങളെ ഏൽപ്പിച്ച് അതേ മിഷൻ ചെയ്യാൻ പറയാന്. ഇവിടെ തർക്കിക്കുകയാണ്. അത് ശരിയാണോ, ഇത് ശരിയാണോ, അതാണ് ഈ എന്ന് ശരിയാകും, എന്ന് ശരിയാക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. അവര് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇനി ആര് എതിർത്താലും ആരെതിരെ നിന്നാലും യേശു ക്രിസ്തുവിന്റെ സഭയെ തൊടാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്ക് പറ്റില്ല. അത് മനസ്സിലാക്കണം. ഇനിയും ഈ ലോകത്തിൽ 1000 ഹിറ്റ്ലർമാർ എഴുന്നേറ്റ് ഈ ലോകത്തിലെ ക്രിസ്ത്യാനിയെ മൊത്തം കൊന്നു, എന്നാലും എല്ലാ ക്രിസ്ത്യാനിയും തീർന്നാലും ക്രിസ്തീയ രാജ്യം തീരത്തില്ല. കാരണം ആ ശവക്കുഴിയിൽ നിന്ന് ഒരുത്തനെ വീണ്ടും എഴുന്നേൽപ്പിച്ച് കർത്താവ് എൻ്റെ രാജ്യത്തെ തുടർന്നുകൊണ്ടിരിക്കും. തലമുറയായി നമ്മുടെ കർത്താവിൻ്റെ രാജ്യം ഇവിടെ ഉണ്ടാവും. ഇത് ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിലുണ്ടാവണം. അല്ലാതെ ഞാനിവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ താങ്ങി കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ള ചിന്ത നമുക്ക് വേണ്ട. നമ്മൾ ആരും അല്ലിത്. ഇപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒറിജിനൽ മെസ്സേജ് പോയി. നമ്മൾ മതമായപ്പോൾ നമുക്കിപ്പോൾ എന്ത് പ്രസംഗിക്കണം? യേശു കർത്താവിൻ്റെ കന്യക ജനനം, യേശു ക്രിസ്തുവിൻ്റെ കാനാവിലെ കല്യാണം. നമ്മുടെ കൺവെൻഷനിലൊക്കെ നോക്കിക്കേ, കാനാവിലെ കല്യാണം എക്സ്പ്ലെയിൻ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു. ദൈവരാജ്യ സംബന്ധമായിട്ട് നമുക്ക് അതിനകത്ത് ദൈവരാജ്യം പ്രസംഗിക്കാൻ പറ്റും. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ബേസിൽ ആ മിറാക്കിൾസിനെ നമുക്ക് കാണാൻ പറ്റും, അക്കോർഡിംഗ് ടു ദ കിങ്ഡം പേഴ്സ്പെക്റ്റീവ്. പക്ഷെ ആ മെസ്സേജ് എടുക്കുമ്പോഴും അതിനകത്തെ ആ സംഭവങ്ങൾക്കകത്തും ദൈവരാജ്യമായിരിക്കണം നമ്മൾ പ്രസംഗിക്കേണ്ടത്. കാരണം വേറൊരു മെസ്സേജ് പ്രസംഗിക്കാനായിട്ട് ദൈവം നമ്മളെ വിട്ടിട്ടില്ല. അപ്പോസ്തലനായ പത്രോസ് പൗലോസ് 2 വർഷം വാടക വീട്ടിൽ താമസിച്ച് എന്ത് പ്രസംഗിച്ചു? പൂർണ്ണ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. 2 വർഷം പ്രസംഗിച്ചെന്ന്. ഇതൊക്കെ ഈ വാക്യങ്ങളൊക്കെ എൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് എന്നെ സ്റ്റയറപ്പ് ചെയ്തതാണ്, എന്നെ ചലഞ്ച് ചെയ്ത വാക്യങ്ങളാണ്. എന്നിട്ടത് യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളത് എന്താ? യേശുക്രിസ്തു കൽപ്പിച്ചത്. അതായത് രാജാവ് കൽപ്പിക്കുന്നതാണ് നിയമം. അപ്പൊ കിങ്ഡം പ്രസംഗിച്ചിട്ട് കിങ്ഡത്തിന്റെ ലോസും കൂടെ പ്രസംഗിച്ചു കൊടുത്തു. അപ്പൊ യേശു നല്ലവൻ, യേശു കർത്താവ് അത് ചെയ്തു, യേശു അത്ഭുതം ചെയ്തു. ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കായിരുന്നു, യേശു രോഗിയെ സൗഖ്യമാക്കി, യേശു ഭൂതത്തെ പുറത്താക്കി, യേശു അത് ചെയ്തു, യേശു ഇത് ചെയ്തു എന്നെല്ലാം കൂടെ നമ്മൾ ലോകത്തോടൊക്കെ പറയുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് പ്രയോജനം? യേശു കണ്ണുനീർ തുടച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത്? ഇന്നത്തെ ആളിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഒരു കൈ പുറത്തു വരുന്നില്ലെങ്കിൽ 2000 വർഷത്തിന് മുമ്പ് കണ്ണീർ തുടച്ചതിന്റെ കഥ കണ്ട് എന്ത് കാര്യം? അപ്പൊ ഈ തലമുറയ്ക്ക് യേശുവിന്റെ കരസ്പർശനമായി നമ്മൾ മാറണം. അപ്പൊ ദൈവരാജ്യം എന്ന കോൺസെപ്റ്റ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വാതിൽ പ്രസംഗിച്ചിട്ട് ഒരു ഹോട്ടലിന്റെ വാതിലിനെ കുറിച്ച് അങ്ങ് പ്രസംഗിക്കും. വാതിൽ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് എറ്റേണൽ ഡോറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വേറൊരു വാതിലില്ലെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വാതിലെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംവിധാനത്തിന്റെ എൻട്രൻസ് ആണ്. അപ്പം നമ്മൾ പ്രസംഗിക്കേണ്ടത് വാതിലിനെ കുറിച്ചല്ല, നമ്മൾ പ്രസംഗിക്കേണ്ടത് ഈ വാതിൽ കടന്ന് അകത്തോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ കാര്യമാണ്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതെന്നാണ്. രാജ്യം തുറന്നു കൊടുക്കുക. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള എൻട്രൻസ് ആണ് ക്രിസ്തു. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതിലാണ് ക്രിസ്തു. ആ റിയാലിറ്റിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന വ്യക്തിയാണ് ക്രിസ്തു. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ആ ജീവനെ സമ്പാദിക്കാൻ നമുക്ക് അവസരം നൽകുന്നത് ക്രിസ്തുവിലൂടെയാണ്. അപ്പൊ ജീസസ് ആൻഡ് അപ്പോസ്റ്റൽസ് പ്രീച്ച്ഡ് ഓൺലി ദ കിങ്ഡം ഓഫ് ഗോഡ്സ്. രണ്ടാമത് വേറൊരു മനോഹര വാക്യമുണ്ടല്ലോ, നമ്മുടെ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിക്കാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണവും പഴങ്കഥയും പഴയ നിയമത്തിന്റെ സംഭവങ്ങളും അവിടുത്തെ പ്രമാണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സകല സംഭവങ്ങളും യോഹന്നാൻ വരെ
എന്ന് പറഞ്ഞാൽ യോഹന്നാൻ കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണവുമില്ല, പ്രവാചകന്മാരുമില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം ഇനിയും ന്യായപ്രമാണത്തിനകത്ത് എന്തൊക്കെയോ ഫുൾഫില്ലാകാൻ പോവുക എന്ന് വെച്ചുകൊണ്ട് നടക്കുക. ശ്രദ്ധിക്കേ, യേശുവിനെ കുറിച്ച് പറയാതെ എങ്ങനെ ദൈവരാജ്യം പറയാൻ പറ്റും? ചോദ്യത്തിന് നല്ലൊരു ചോദ്യമാണ്. ഇടയ്ക്ക് വെച്ച് ഞാൻ ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നാൽ മെസ്സേജ് ഇടയ്ക്ക് വെച്ച് ലാസ്റ്റ് ഞാൻ ആൻസർ പറയാം. യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടാണോ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് ഞാനത്തോട് പ്രസംഗിച്ചേ? അത്രയും മാത്രം മതി. യോഹന്നാൻ പ്രസംഗിച്ചപ്പോൾ ദൈവരാജ്യം അറൈവ്ഡ് ആണ്, മാനസാന്തരപ്പെട്ടോ, സുവിശേഷത്തിൽ വിശ്വസിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവരാരെങ്കിലും യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ? ഇല്ല. അപ്പൊ ദൈവരാജ്യം പ്രസംഗിക്കാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം യേശു ക്രിസ്തു തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഇത് നിങ്ങൾ തെറ്റായിട്ട് ധരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തെറ്റിദ്ധരിക്കാനുള്ളതല്ല, യേശുവിനെ പ്രസംഗിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് യേശു പഠിപ്പിച്ച ഉപദേശങ്ങൾ, ദൈവരാജ്യം, ഈ ദൈവരാജ്യം എന്ന മെസ്സേജ് യേശു ഭൂമിയിൽ വരുന്നതിന് മുമ്പേ ഉള്ളതാ. ഒന്നുകൂടെ പറയാം. ദൈവരാജ്യം എക്ലീഷ്യ അല്ലെങ്കിൽ സഭയ്ക്ക് മുമ്പേ ഉള്ളതാണ് ദൈവരാജ്യം. ദൈവം ഭൂമിയിൽ ആദ്യം സ്ഥാപിച്ചത് ദൈവരാജ്യമാണ്. ആ രാജ്യത്തെ കൊണ്ടുപോകാൻ ദൈവം അടുത്ത് സ്ഥാപിച്ചത് ഫാമിലിയാണ്. ഒന്നുകൂടെ പറയാം. ആദ്യം ദൈവം സ്ഥാപിച്ചത് കിങ്ഡമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ചായയിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യരുണ്ട്, അവർ വാഴട്ടെ. മെംലാക്ക മീൻസ് ഡൊമൈൻ. അവർ ഭൂമിയിൽ ദൈവരാജ്യത്തെ സ്ഥാപിക്കട്ടെ. ലെറ്റ് ദം ഹാവ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അവർക്ക് വാഴാനുള്ളത് അതാണ് ആദ്യം സ്ഥാപിച്ചത്. മനുഷ്യ സൃഷ്ടിയുടെ പേർപ്പസ് പോലും ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തിന്റെ ദർശനത്തിലാണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ സഭ എന്ന് പറയുന്ന ലോക്കൽ ഗവൺമെന്റ്, ഹെവൻലി സെനറ്റ് സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ സ്ഥാപിക്കപ്പെട്ടതാണ് ദൈവരാജ്യം. ആ രാജ്യം ദൈവം ആദാമിന് കൊടുത്തു. ആ രാജ്യമാണ് ആദാമിന് നഷ്ടപ്പെട്ടത്. ആ രാജ്യത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരുന്നതിന്റെ പേരാണ് വീണ്ടെടുപ്പ്. അപ്പൊ ആദമിന് ആദ്യം കിട്ടിയത് നിത്യതയോ സ്വർഗമല്ല. ആദമിന് കർത്താവ് കൊടുത്ത ഓഫർ എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. അപ്പൊ ആ രാജ്യം ആദമിന് കൊടുത്തു, അത് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടു പോയ ആ രാജ്യത്തെ യേശു ക്രിസ്തു മടക്കിക്കൊണ്ടുവന്നു. ഇതാണ് തിരുവെഴുത്തിന്റെ സത്യം. അപ്പൊ വീണ്ടെടുപ്പ് എന്ന പദം നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് വീണ്ടെടുപ്പ്? എവിടെ നിന്ന് വീണ്ടെടുത്തു? വീഴ്ചയിൽ നിന്ന് വാഴ്ചയിലേക്കുള്ള വരവാണ് വീണ്ടെടുപ്പ്. സിമ്പിൾ മീനിങ്. അപ്പൊ യേശു വരുന്നതിന് മുമ്പ് ദൈവരാജ്യം ഉണ്ടായിരുന്നു. സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവരാജ്യം ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ നിത്യ പദ്ധതി ദൈവരാജ്യമാണ്. മതം വീണ മനുഷ്യൻ ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് കിങ്ഡമാണ്. എവ്രി റിലീജിയൻ ഈസ് എ ഡ്യൂപ്ലിക്കേറ്റ്, അതായത് ഒരു കോപ്പിയാണ്. ദൈവരാജ്യത്തിൻ്റെ കോപ്പിയാണ് മതങ്ങൾ. ഒരാൾ ദൈവരാജ്യത്തിലെത്തുന്നത് വരെ ആ ആൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അടിമയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ ദൈവരാജ്യത്തെ ഓക്യുപ്പൈ ചെയ്യുന്നത് വരെ ആ ആളിനെ ഒരു മതമായിരിക്കും സ്വാധീനിച്ച് ആ ഇൻഫ്ലുവൻസിലാക്കി വെച്ചിരിക്കും. അപ്പോൾ ഒരാൾ ആദ്യം രക്ഷപ്പെടേണ്ടത് റിലീജിയനിൽ നിന്നാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവരാജ്യത്തിനകത്ത് എല്ലാ ക്രിസ്ത്യാനികളും ഇല്ല. എല്ലാ ക്രിസ്ത്യാനികളും ദൈവരാജ്യത്തിലില്ല. സങ്കടമുള്ളൊരു വാക്കാ. ഇതിനകത്തൊന്നും എറ്റേണൽ സാൽവേഷൻ, യൂണിവേഴ്സൽ സാൽവേഷൻ, ഇതിനകത്തൊന്നും ഇത് വിഷയമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. യൂണിവേഴ്സലി സാൽവേഷൻ, യൂണിവേഴ്സൽ അറ്റോൺമെന്റും യൂണിവേഴ്സൽ അക്സെപ്റ്റൻസും യൂണിവേഴ്സൽ റീകൺസിലിയേഷൻ എല്ലാം സംഭവിച്ച് കഴിഞ്ഞതാണ്.
സാൽവേഷൻ ഇൻഡിവിജ്വലി ആയിട്ടുള്ളതല്ല, സാൽവേഷൻ യൂണിവേഴ്സലാണ്. കാരണം ഫോള് യൂണിവേഴ്സലായിരുന്നു. ആദാമ് വീണു, തന്നെ അത് കഴിഞ്ഞപ്പോൾ ഭാര്യ വീണു, പിന്നെ അത് കഴിഞ്ഞ് കായം വീണു, പിന്നെ ഹാവേൽ വീണു. ഇങ്ങനെ ഓരോരുത്തരും വീണുകൊണ്ടിരിക്കുകയല്ല. ഒറ്റ ഒരുത്തൻ വീണപ്പോൾ മൊത്തം വീണു. അങ്ങനെയെങ്കിൽ ഒറ്റ ഒരുത്തൻ എഴുന്നേറ്റപ്പോൾ എല്ലാം എഴുന്നേറ്റെന്നാ. അതാണ് സിമ്പിൾ ലോജിക്. അപ്പൊ ക്രൂശിന്റെ പ്രവൃത്തി യൂണിവേഴ്സലാണ്. ഇത് മനസ്സിലാക്കണം. ക്രൂശിന്റെ പ്രവൃത്തി യൂണിവേഴ്സലാണ്. പക്ഷെ ജീവനെ കണ്ടെത്തുക എന്നത് യൂണിവേഴ്സൽ അല്ല. എന്നോട് പറയാം, നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷഫലത്തിന്റെ ചുവട്ടിലാണ് മനുകുലം വീണത്. അവിടെയാണ് വീഴ്ച സംഭവിച്ചത്. പക്ഷെ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹാർട്ട് എന്തായിരുന്നു? നന്മ തിന്മയുടെ വൃക്ഷഫലം കഴിക്കുന്നതല്ലായിരുന്നു, ജീവവൃക്ഷഫലം കഴിക്കുക. ജീവവൃക്ഷം മനുഷ്യൻ ഭക്ഷിക്കണം. അത് മനുഷ്യർക്ക് ഇപ്പോൾ ലഭിച്ചത് ഇൻഡിവിജ്വലിയാ. ഇതാദ്യം മനസ്സിലാക്കുക. ആദമിൽ എല്ലാവരും വീണു, ക്രിസ്തുവിൽ എല്ലാവരും എഴുന്നേൽപ്പിച്ചു. യേശു ക്രിസ്തുവിൽ എഴുന്നേക്കാത്ത ആരുമില്ല. വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും, കള്ളനും കൊള്ളക്കാരനും നിരീശ്വരവാദിക്കും തത്വജ്ഞാനിക്കും സയന്റിസ്റ്റിനും മുസ്ലിമിനും ഹിന്ദുവിനും ബുദ്ധിസ്റ്റിനും ഷിൻഡോയും എല്ലാ സയന്റിയോളജിസ്റ്റിനും എവ്രിബഡി ഈസ് റിസൺ. എല്ലാവരും എഴുന്നേറ്റു, എല്ലാത്തിനും എഴുന്നേൽപ്പിച്ചു. പക്ഷേ ജീവവൃക്ഷത്തെ എല്ലാവരും ഇതുവരെ തിന്നിട്ടില്ല. ജീവൻ എന്താ? ഏകസത്യ ദൈവമായ പിതാവിനെയും അവൻ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പം ഒരുത്തൻ ആ മരത്തിന്റെ ചോട്ടിന് താഴോട്ട് പോയി ആ ആളിനെ ക്രൂശ് മുഖാന്തരം എഴുന്നേൽപ്പിച്ചു. ഇന്ന് എഴുന്നേക്കാത്ത ഒരു ഹ്യൂമാനിറ്റി, ഓൾ ഹ്യൂമാനിറ്റി വാസ് റിസൺ. എല്ലാ മനുഷ്യനും എഴുന്നേറ്റു. പക്ഷെ എല്ലാ മനുഷ്യനും ഇന്ന് വരെ ജീവദായകന്റെ അടുക്കൽ എത്തിയിട്ടില്ല. അതൊരു റിയാലിറ്റിയാണ്. That's why God chose the ecclesia. എക്ലീഷ്യ തെരഞ്ഞെടുത്തത് മാനവജാതിയെ പിതാവിൻ്റെ അടുത്തേക്ക് യേശുക്രിസ്തു മുഖാന്തരം എത്തിച്ച ആ ജീവന്റെ പങ്കാളികളാക്കുക. ജീവന്റെ സുവിശേഷവുമായി അവന്റെ സഭയെ അവൻ നിർത്തിയേക്കുന്നതിന്റെ കാര്യം അതാണ്. I don't believe in Western universalism. ഇത് ശ്രദ്ധിക്കണം. യൂണിവേഴ്സലിസം രണ്ടാണ്. വെസ്റ്റേൺ തിയോളജിയുടെ ബേസിലുള്ള യൂണിവേഴ്സലിസം ഞാൻ വിശ്വസിക്കുന്നില്ല. ഐ ബിലീവ് ദാറ്റ് ഈസ് എ ഹെറസി. 3 ഹെറസികളാണ് നമ്മുടെ ക്രൈസ്തവ ലോകത്തിൽ. ഒന്ന് കാൽവിനിസം ഒരു ഹെറസിയാണ്. പക്ഷെ നമ്മൾ അതിനെ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. ഞാനും ഒരു കാലത്ത് അത് ഭക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ മനസ്സിലാക്കിയപ്പോൾ കാൽവിനിസത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവം ഒരു പാഗൻ ഗോഡാണ്. വി കനോട്ട് സീ ദ എറ്റേണൽ ട്രയൂൺ ഗോഡ് ഇൻ കാൽവിനിസം. കാൽവിനിസത്തിലെ ദൈവം ലിമിറ്റഡ് ഗോഡാണ്. അപ്പൊ കാൽവിനിസം ഒരു ഹെറസിയാണ്. കാൽവിനിസം കുഴപ്പമാണെന്ന് പറഞ്ഞ് ചാടിക്കൊണ്ടുപോയ വേറൊരുത്തനുണ്ട്. അവനാണ് അർമേനിയൻ, ജോസഫ് അർമേനിയൻ. ജോസഫിന്റെ അർമേനിയസവും ഹെറസിയാണ്. ഇങ്ങനെ ട്വിൻ ഹെറസീസ് ആണുള്ളത്. ഈ 2 ഹെറസീസിലാണ് ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് സമൂഹം മൊത്തം. ആമേൻ. എല്ലാവരും പറയുന്നത് കേട്ട് വിഴുങ്ങി ആളുകളുടെ സപ്പോർട്ടിന് വേണ്ടി ഞാൻ നിൽക്കുന്ന ആളല്ല. എനിക്കൊരു പക്ഷേ പല കാര്യങ്ങളും എല്ലാവരും കൂടെ പൊതിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ ലൈവിലും 10-100 പേര് കൂടും. കുറച്ച് പേരുടെ ഹായ് ഹൂയ് ഒക്കെ കേൾക്കും. എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ദീസ് ഓൾ തിങ്സ്. ഞാൻ പണ്ടേ അങ്ങനെ ആയിരുന്നു. സത്യം എവിടെ ഉണ്ടോ അതിൻ്റെ പുറകിൽ ഞാൻ നിൽക്കത്തുള്ളൂ. സോ വെസ്റ്റേൺ യൂണിവേഴ്സലിസം ഇസ് എ ഹെറസി. ഞാൻ പറഞ്ഞത് ട്വിൻ ഹെറസീസ് ഏതൊക്കെയാണ്? കാൽവിനിസം നമ്പർ 1, അർമേനിയസം നമ്പർ 2. ഈ 2 പേരും, ഈ 2 ഗ്രൂപ്പും റിലീജിയസ് ആണ്. ഇതും 2 ട്വിൻ ഹെറസീസ് ആണ്. 2 ഇരട്ടകളാണ്. ഇവരെ ഒപ്പോസ് ചെയ്യാനായിട്ട് എഴുന്നേറ്റ് വന്നതാണ് അപ്പുറത്തെ യൂണിവേഴ്സലിസം. യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ വ്യൂവിലുള്ള യൂണിവേഴ്സലിസം, അതും പക്കാ ഹെറസിയാണ്. എന്നാൽ ഓർത്തഡോക്സ് വ്യൂവിൽ, അതായത് ഈസ്റ്റേൺ തിയോളജിക്കകത്തുള്ള യൂണിവേഴ്സലിസത്തിനകത്ത് അത് ഇൻക്ലൂഷനാണ്. ആ യൂണിവേഴ്സലിസത്തിനകത്ത് ജീവൻ ഒരുത്തൻ പ്രാപിക്കുന്നത് ഡയറക്റ്റ് റിലേഷൻഷിപ്പിലാണ്. ലീഗൽ സെൻസിൽ യൂണിവേഴ്സലിസം വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അത് ട്രൂത്താണ്. അതിനെ ഡിഫീറ്റ് ചെയ്യാൻ ആർക്കും പറ്റൂല. പക്ഷെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് വ്യൂവിൽ, കൃത്യമായ ആദിമ സഭയിലെ വ്യൂവിൽ
ഇൻക്ലൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ഈ ഈസ്റ്റേൺ വ്യൂവിൽ സാൽവേഷൻ, സിൻ, എവ്രിതിങ് ഈസ് കണക്റ്റഡ് വിത്ത് റിലേഷൻഷിപ്പ്. ഈവൻ സാൽവേഷൻ പോലും റിലേഷൻഷിപ്പാണ്. മനുഷ്യജാതിക്ക് ഏതെങ്കിലും നഷ്ടപ്പെട്ടത് പിതാവുമായുള്ള ബന്ധമാണ്. പിതാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോഴാണ് കിങ്ഡം നഷ്ടപ്പെട്ടത്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്നതിനകത്ത് റിലീജിയൻ ഉണ്ട് കേട്ടോ, അങ്ങനെ ഇല്ലെന്ന് പറയുന്നില്ല. അതിനകത്ത് മതം കയറിയിട്ടുണ്ടെന്ന്. എല്ലാത്തിനകത്ത് മതമുണ്ട്. മതം ഫുള്ള് കയറിയേക്കാം. ഞാൻ മതം ഒരു ഭയങ്കര ഇൻഫ്ലുവൻസിങ് ഫാക്റ്റാണ്. ക്രിസ്ത്യാനിത്വത്തിനകത്ത് ഏറ്റവും വലിയ ബാധ, ഏറ്റവും വലിയ ക്യാൻസർ എന്ന റിലീജിയനാണ്. റിലീജിയൻ വന്നതുകൊണ്ട് കിങ്ഡം ഔട്ടായിപ്പോയി. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് പേര് സത്യസന്ധമായിട്ട്, നമ്മൾ ആരെയും പ്രസാദിപ്പിക്കാതെ ദൈവത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന കുറച്ച് ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് എഴുന്നേറ്റ് ഈ റിലീജിയനെ പൊളിക്കണം. റിലീജിയൻ ക്രൈസ്തവ സഭയ്ക്കകത്ത് വന്ന ക്യാൻസറാണ്. കിങ്ഡം ഓഫ് ഗോഡ് എങ്ങനെ ഇവിടുന്ന് ഔട്ടായിപ്പോയി. നമ്മുടെ മെസ്സേജിൽ ദൈവരാജ്യമില്ല, നമ്മുടെ ലൈഫിൽ ദൈവരാജ്യമില്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ദൈവരാജ്യമില്ല, നമ്മുടെ ചിന്തയിൽ ദൈവരാജ്യമില്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് വെറുമൊരു കഥ പോലെ ഉപമകളായിട്ട് ഇന്ന് കിടക്കുമ്പോൾ സംഭവിച്ചതെന്താ? ഏറ്റവും വലിയ ശത്രു, ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ മതം ക്രൈസ്തവനെ വിഴുങ്ങിക്കഴിഞ്ഞു. യോനായെ മീൻ വിഴുങ്ങിയതുപോലെ മതത്തിൻ്റെ വയറ്റിലാണ് ഇപ്പോൾ ക്രിസ്ത്യാനിത്വം. തിമിംഗലത്തിന്റെ വയറ്റിൽ കിടക്കുക ക്രിസ്ത്യാനി. ഈ വയറ്റിൽ കിടന്നിട്ട് അയ്യം വിളിക്കണം. നീ അയ്യം വിളിച്ചെങ്കിലേ നിന്നെ ഇത് പുറത്തേക്ക് കൊണ്ടുവരത്തുള്ളൂ. ടെക്നിക്കൽ ഞാൻ മാക്സിമം ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിക്കാതെ അർമേനിയസം എന്നൊക്കെ പറഞ്ഞതായിരിക്കും ബ്രദറെ. ശരി, എൻ്റെ കേൾവിക്കാരെല്ലാം പ്രബുദ്ധരാണെന്നുള്ള ധാരണയിലാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ പ്രസാദ് ബ്രദറെ. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. ഇവിടെ പറഞ്ഞു വന്നത് കിങ്ഡം ഓഫ് ഗോഡ് എന്ന വിഷയം, ദൈവരാജ്യം. അപ്പോൾ ദൈവരാജ്യം നമ്മൾ വന്നത് ആദമിന് നഷ്ടപ്പെട്ടത് അതാണ്, യേശു കൊണ്ടുവന്നത് അതാണ്, യേശു പ്രസംഗിക്കാൻ വിട്ട ദൈവരാജ്യമാണ്. അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞു, എല്ലാ പ്രാസംഗികരുടെ ശ്രദ്ധയ്ക്ക് യോഹന്നാൻ വരെ ഉള്ളൂ ന്യായപ്രമാണവും പ്രവാചകന്മാരും. അതിനുശേഷം ദൈവരാജ്യമാണ് പ്രസംഗിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് യോഹന്നാൻ വരെ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകനിലൂടെ അവിടം കൊണ്ട് ലോസ് ആൻഡ് പ്രോഫറ്റ് നിന്നു. ഇനി അങ്ങോട്ട് ദൈവരാജ്യമാണ് പ്രസംഗിക്കേണ്ടത് എന്ന് യേശു പറഞ്ഞു. ഈ രാജ്യം ബർത്തിൽ കിട്ടുമെന്നല്ല, മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു റിലീജിയന്റെ ഭാഗമാകാൻ നിങ്ങൾ ഒരു കുടുംബത്തിൽ ജനിച്ചാൽ മതി. പക്ഷെ ദൈവരാജ്യം താഴെ പറഞ്ഞിട്ടുണ്ട്, പരിഗ്രഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള യോഹന്നാൻ ഏലിയാവ് അവൻ തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത് പറയുകയാണ്, യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡ് ജനിച്ചപ്പോ കിട്ടിയതല്ല. ഇത് തിരിച്ചറിയാം. നമ്മുടെ ചർച്ച് പോയ അവസ്ഥയെ പറയാം. ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ചു വീണ കുഞ്ഞ് ക്രിസ്ത്യാനിയായിട്ട് വളരുന്നു. They are not in the kingdom of God because the parents are not teaching that you have to be a part of the kingdom എന്ന് പഠിപ്പിച്ചിട്ടില്ല. ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ക്രിസ്ത്യാനി പഠിപ്പിച്ചിട്ടില്ല. അച്ഛന്മാർ പഠിപ്പിച്ചിട്ടില്ല, പാസ്റ്റർമാർ പഠിപ്പിച്ചിട്ടില്ല, ബിഷപ്പുമാർ പഠിപ്പിച്ചിട്ടില്ല, ഒരു റവറന്റുമാരും പഠിപ്പിച്ചിട്ടില്ല. കാരണം അവർക്കതിന് സമയമില്ല. സോ ബലാത്കാരികൾ അതിനെ ബലാത്കാരം ചെയ്യുന്നു, ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഫോഴ്സ്ഫുള്ളിയാണ് പിടിച്ചു വാങ്ങേണ്ടത്. ദൈവരാജ്യത്തെ ബലത്തോടെ പിടിച്ചു വാങ്ങുക, കരുത്തോടെ പിടിച്ചു വാങ്ങിക്കുക. അല്ലാതെ ഇത് കാഷ്വലായിട്ട് ഒരാൾക്ക് ഇതിനകത്ത് എൻ്റർ ആകാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ ആള് ഇതിനേക്കാൾ ബലവും കരുത്തുമുള്ള ഇൻഫ്ലുവൻസിൽ നിന്നാണ് ഈ കിങ്ഡത്തിലേക്ക് അവൻ എൻ്റർ ആവുന്നത്. ഏതാണ് നമ്പർ 1 ഇൻഫ്ലുവൻസ്? The first influence, the mountain of influence against the kingdom of God is religion.
അപ്പൊ റിലീജിയനിൽ നിന്ന് അവൻ കിങ്ഡത്തിലേക്ക് എത്തുമ്പോൾ അവന് കാഷ്വൽ ആയിട്ട് വരാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ ഫോഴ്സ്ഫുൾ എൻട്രി. ഹി ഹാസ് ടു റിജക്ട് ഓൾ ദ റിച്വൽസ്. ഞാൻ പറഞ്ഞത് ഇറ്റ്സ് വെരി ഈസി ടു ബി എ പാർട്ട് ഓഫ് എ റിലീജിയൻ ആസ് എ ചൈൽഡ് ഓഫ് എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച കുഞ്ഞ്, അവൻ ജനിച്ചപ്പോഴെ ക്രിസ്ത്യാനി, കേട്ടോണ്ട് കേൾക്കുന്നത് മൊത്തം ക്രിസ്തീയ പാട്ട്, പോകുന്നത് ക്രിസ്തീയ പള്ളി, അവന് പോലും അറിയത്തില്ല അവൻ എന്തുവാന്ന്. നമ്മൾ അവന് പട്ടം ചാർത്തി കൊടുത്തിട്ട് നീ ക്രിസ്ത്യാനിയ, എന്ത് പ്രയോജനം? അവന് ദൈവരാജ്യത്തെക്കുറിച്ച് അറിയത്തില്ല. അവൻ വെള്ളം അടിക്കുന്നു, അവൻ വീടി വലിക്കുന്നു, അവന് അപ്പനും അമ്മയും കൂടി ഇരുന്ന് വെള്ളം അടിക്കുന്ന കണ്ടിട്ടാണ് അവൻ വളരുന്നത്. അവൻ്റെ പള്ളിയിലച്ഛനും അവൻ്റെ പാസ്റ്ററും എല്ലാം വെള്ളം അടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, പാപം ചെയ്യുന്നു, കള്ളം പറയുന്നു, പോഷ്ക്ക് പറയുന്നു, ദൈവത്തിന് ഇഷ്ടമില്ലാതെ പറയുന്നത്, സമയം കിട്ടുമ്പോൾ വ്യഭിചാരം ചെയ്യുന്നു, പോൺ സൈറ്റ് കാണുന്നു. ഇതൊന്നും പ്രശ്നമില്ല. ഒരു ക്രിസ്ത്യാനി സമയത്ത് ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഒരു കിങ്ഡം സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ദൈവരാജ്യത്തിനകത്ത് ഇത് അലൗഡഡ് അല്ല. സച്ച് പീപ്പിൾ cannot enter into the kingdom of God. Is a Bible, is a true word. Nobody can enter into the kingdom of God. You can be a part of a Christian church. By birth you are a Christian. That is a part of religion. So religion is an influence. ഈ ഇൻഫ്ലുവൻസിൽ നിന്ന് ഒരുത്തൻ ദൈവരാജ്യത്തിലേക്ക് കയറണമെങ്കിൽ ഇസ് നോട്ട് എ കാഷ്വൽ അല്ല, ഈസ് എ ഫോഴ്സ്ഫുൾ ആണ്. Entering into the kingdom is a forceful matter. ഞാൻ പറഞ്ഞു മതം എന്ന വിഷയം വലിയ വിഷയമാണ്. ദൈവരാജ്യത്തിന്റെ നമ്മൾ പഠിച്ചു നോക്കിയോ, ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയ ഒപ്പോണന്റ് റിലീജിയനാണ്, റിലീജിയസ് പീപ്പിൾ. മതമാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ എതിരാളി ദൈവരാജ്യത്തിന്റെ. എന്നാ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാ എതിർത്തത്? യേശു ക്രിസ്തു പാപികളുടെ സ്നേഹിതൻ. എന്നാൽ എനിക്ക് തോന്നുന്നു യേശു ക്രിസ്തു ഈ വൈകുന്നേരമൊക്കെ ഈ വെള്ളം അടിക്കുന്നവൻ്റെയും വ്യഭിചാരി ചെയ്യുന്നവൻ്റെയും ചുങ്കക്കാരൻ്റെയും അവരുടെ ക്ലബിലും അവരിയ്ക്കുന്ന സ്ഥലത്തിലും അവരുടെ ഗാദറിംഗ് പ്ലേസിലല്ല യേശുനാഥൻ പോയി ഇരുന്നിട്ടുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. അവന് യേശുവിന് പേരിട്ട് വരും പാപിയുടെ സ്നേഹിതനെന്ന്. യേശുവിനെ കുറ്റം പറയുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപിയുണ്ടോ? യേശുവിനെ പരിഹസിച്ചവരുടെ കൂട്ടത്തിൽ ഈ പാപികളുണ്ടോ? യേശുവിനെ ക്രൂശിച്ചവരുടെ കൂട്ടത്തിൽ ഈ പാപികളുണ്ടോ? ഇവനെ ക്രൂശിക്ക എന്ന് വിളിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു ചുങ്കക്കാരനെ കാണിച്ചു തരാൻ പറ്റുമോ? നോ റിലീജിയസ് പീപ്പിൾ, സോ നോ കോമൺ പീപ്പിൾ. ഒരു പാപിക്കും ദൈവരാജ്യം ഒരു എതിരല്ല. എനിക്ക് തോന്നുന്നു പാപിക്ക് മോസ്റ്റ് കംഫർട്ടബിൾ പ്ലേസ് ഇൻ ദ വേൾഡ് ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഒരു പാപിക്ക് പോയി ഏറ്റവും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ദൈവത്തിൻ്റെ അടുക്കലാണ്. പക്ഷെ ഒരു മതത്തിൻ്റെ ആളിനെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലം ഈ രാജാവിൻ്റെ അടുക്കലാണ്. കാരണം ദ കിങ്ഡം ഓഫ് ഗോഡ് വിൽ ഇറിറ്റേറ്റ് ദ റിലീജിയൻ. ഒരു റിലീജിയസ് പേഴ്സൺ യേശുവിൻ്റെ അടുക്കൽ ഇരിക്കാൻ പറ്റില്ല. വിൽ ബി ഇറിറ്റേറ്റഡ്. പക്ഷെ ഒരു സിന്നർ വിൽ ബി മോസ്റ്റ് കംഫർട്ടബിൾ. സക്കായും യേശു കൂടെ എനിക്ക് തോന്നുന്നു രാത്രിയിൽ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. യേശുവും സക്കായും കൂടെ ഒരുമിച്ചായിരിക്കും കിടന്നുറങ്ങിയത്. യേശുവിനെ കെട്ടിപ്പിടിച്ചായിരിക്കുക ആ മനുഷ്യൻ കിടന്നുറങ്ങുന്നത്. എനിക്കൊന്ന് ഉച്ചമാട്ടോ അങ്ങനെ. അയാളുടെ ഭാര്യയോട് പറഞ്ഞു, നീ മാറി കിടക്ക്, ഞാൻ യേശുവിൻ്റെ കൂടെ കിടക്കാം. അത്യുന്നതനായ ദൈവത്തിൻ്റെ കൂടെ ചുങ്കക്കാരൻ കിടന്നുറങ്ങുക. ദ മോസ്റ്റ് കംഫർട്ടബിൾ പ്ലേസ് ഇൻ ദ വേൾഡ് ഓഫ് എ സിന്നർ. ഒരു പാപിക്ക് കിട്ടിയ ഏറ്റവും കംഫർട്ട് സ്ഥലം യേശുവിൻ്റെ കൂടെ ഉള്ളത്. പക്ഷെ ഒരു റിലീജിയനാണ് യേശുവിനെ കൊന്നത്. മതമാണ് യേശുവിനെ കൊന്നത്. മതമാണ് യേശുവിനെ ഒപ്പോസ് ചെയ്തത്. സോ ക്രിസ്ത്യാനിറ്റിക്കകത്ത് റിലീജിയൻ ഔട്ടാവണം. റിലീജിയൻ ഔട്ടാകാതെ ഇവിടെ ദൈവരാജ്യം വരത്തില്ല. നമ്മൾ എന്തിന് വൈ ഐ എം സ്റ്റാൻഡിങ്, ഐ വിൽ നെവർ സ്റ്റാൻഡ് ഫോർ എനി റിലീജിയസ് തിങ്സ് ഇൻ ക്രിസ്ത്യാനിറ്റി. നെവർ എവർ. ഒരിക്കലും ഇല്ല. അതിന് ഈ ലോകത്തിലെ എല്ലാ ക്രിസ്തീയ കൂട്ടുകെട്ടും എല്ലാ ബന്ധങ്ങളും എനിക്ക് അവസാനിച്ചാലും I will never be a part of a religion. ഞാൻ അതുകൊണ്ട് പലപ്പോഴും I am not a Christian at all. I am not a Christian. Don't call me a Christian. കാരണം ക്രിസ്ത്യൻ ഒരു റിലീജിയസ് പേഴ്സൺ ആണ്. ക്രിസ്ത്യൻ എപ്പോഴും ഒപ്പോണന്റ് ഉണ്ടാവും. ക്രിസ്ത്യാനിക്ക് എപ്പോഴും വൈരുദ്ധ്യം ഉണ്ടാവും. ക്രിസ്ത്യാനി എന്ന റിലീജിയസ് പേഴ്സൺ എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനി എന്ന മതത്തിന്റെ ആളിനെ എപ്പോഴും മറ്റൊരുത്തന്റെ കുറ്റത്തെ കണ്ടുപിടിക്കാൻ നടക്കുക.
മതമാണ്. പിശാചെന്ന് പറയുന്നത് തന്നെ ഈ മതമാണ്. സത്യം പറഞ്ഞു, മതമാണ് ഏറ്റവും വലിയ ശത്രു. ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഈ മതം എന്ന വിഷയം തന്നെ പഠിപ്പിക്കുന്ന ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്താണ് നിങ്ങളുടെ ചർച്ചിൽ, നിങ്ങൾ പോകുന്ന കൂട്ടായ്മയിൽ നിങ്ങളൊരു മതത്തിലാണെന്ന് എൻ്റെ തെളിവ് പറയാം. വളരെ സിമ്പിളായിട്ട് പറയാം. ഇത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു റിസർച്ച് സ്റ്റഡിയിൽ നിന്ന് ഞാൻ എടുത്ത ചില ചിന്തകളാണ്. അതായത് ഒരാൾ ദൈവരാജ്യം കണ്ടെത്തുന്നത് വരെ, അതായത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കിങ്ങിൻ്റെ ഡൊമിനിയനിൽ വരുന്നത് വരെ ആ ആൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മതം. അത് ഒരുപക്ഷെ ക്രിസ്തീയ മതമായിരിക്കും, ഹിന്ദു മതമായിരിക്കും, മുസ്ലിം മതമായിരിക്കും, ഏത് മതമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു മതത്തിലായിരിക്കും. ഈവൻ എത്തിസം ഈസ് ഓൾസോ എ റിലീജിയൻ. നിങ്ങൾക്കറിയാമോ? നിരീശ്വരവാദികൾ എന്ന് പറയുന്നത്, നിരീശ്വരവാദത്വവും ഒരു മതമാണ്. ദാറ്റ് ഈസ് ഓൾസോ എ റിലീജിയൻ. അഗ്നോസിസം ഒരു റിലീജിയനാണ്. സയന്റോളജി ഒരു റിലീജിയനാണ്. സയൻസ് എന്ന് പറയുന്ന ഒരു റിലീജിയനുണ്ട്. സോ എ പേഴ്സൺ ദൈവരാജ്യത്തിനകത്തേക്ക് വരുന്നത് വരെ ആ ആള് ഒരു മതത്തിൻ്റെ ഭാഗമായിരിക്കും. അപ്പം ഇഫ് യു ആർ നോട്ട് എ കിങ്ഡം സിറ്റിസൺ, ആ ഒരു റെവലേഷൻ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ, it is very much sure that you are a part of a religion. Listen, if you are in a religion, അത് ക്രിസ്ത്യൻ റിലീജിയൻ ആയാലും, it is equal to ഹിന്ദു റിലീജിയൻ, is equal to ഇസ്ലാം റിലീജിയൻ, ഏത് മതത്തിൽ എന്നാലും സെയിം ആണ്. സെയിം ഒരു മാറ്റമില്ല. ഞാൻ ക്രിസ്തീയ മതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ ആളും ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ ആളും സെയിം ആണ്. രണ്ടുപേർക്കും വേണ്ടി യേശു മരിച്ചു, രണ്ടുപേരെയും യേശു അംഗീകരിച്ചു. യു ആർ അക്സെപ്റ്റഡ്. പക്ഷെ നീ ഇന്ന് വരെ ബെനിഫിറ്റിലേക്ക് വന്നിട്ടില്ല. യു ആർ ബോത്ത് ആർ ഇൻ ദ സെയിം ബോട്ട്. സോ അതുകൊണ്ട് മതപരിവർത്തനം എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ്. ഐ ഡോണ്ട് എഗ്രി റിലീജിയസ് കൺവേർഷൻ. കാരണം ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് പോകുന്നത് ഒരു കുളത്തിലെ മീനെ പിടിച്ച് വേറെ കുളത്തിലിടുന്ന പോലെയേ ഉള്ളൂ. റിലീജിയസ് കൺവേർഷൻ ഒരു ഗുണവുമില്ല. കാരണം ക്രൈസ്റ്റ് ലോകത്തിൽ സ്ഥാപിച്ചത് മതമല്ല. അതുകൊണ്ട് ഒരു ഹിന്ദു നല്ല ഹിന്ദുവായും ഇസ്ലാം നല്ല ഇസ്ലാമായും ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, സമാധാനമുണ്ട് ഭൂമി. അതുകൊണ്ടൊന്നും ഒരിക്കലും ഈ ആൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാവുന്നില്ല. അതായത് ഈ കാണുന്ന സകല മതങ്ങളുടെയും ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒറ്റ സിസ്റ്റമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ആ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് വരുന്നത് വരെ അവൻ ഏത് മതത്തിലിരുന്നാലും തുല്യമാണ്, സെയിം ആണ്. ഒരു ഹൈന്ദവ സഹോദരൻ ക്രിസ്ത്യാനിയായിട്ട് വരുന്നതിനേക്കാൾ വരേണ്ട ആവശ്യമില്ല. അവൻ അവിടെ തന്നെ ഇരുന്നാൽ മതി. അവൻ വരുന്നെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിലാണ് വരേണ്ടത്. ഒരു ഹിന്ദു, ഒരു ഇസ്ലാം, ഒരു ബുദ്ധമതക്കാരൻ, ഒരു ക്രിസ്ത്യാനി അവൻ മാറണമെങ്കിൽ എങ്ങോട്ട് മാറണം? ദൈവത്തിൻ്റെ ഡൊമൈനിലേക്ക് മാറണം. ദൈവം തൻ്റെ ഹിതവും തൻ്റെ ഇഷ്ടവും തൻ്റെ രീതികളും വെളിപ്പെടുത്തുന്ന അവൻ്റെ ടെറിട്ടറിക്കകത്തേക്ക്, അവൻ്റെ കൺട്രോളിലേക്ക് അവൻ വരണം. അവൻ കിങ്ഡത്തിലേക്ക് വരാതിരിക്കുന്നിടത്തോളം കാലം അവൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നതാണ് നല്ലത്. മതത്തിൻ്റെ മാറ്റം ജീസസ് ഈസ് നോട്ട്, യേശുവും അപ്പോസ്തലന്മാരും ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ക്രിസ്ത്യാനി എന്ന വേർഡ് പാഗൺ ആളുകൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. യേശുവും അപ്പോസ്തലന്മാരും എക്ലീഷ്യായിലെ മെമ്പേഴ്സിനെ വിളിച്ചത് സൺസ് ഓഫ് ഗോഡ് എന്നാണ്. പുത്രന്മാർ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ. കർത്താവ് അപ്പോസ്തലന്മാർ വിളിച്ചത് നിങ്ങൾ സ്വർഗത്തിൻ്റെ പൗരന്മാർ, ദൈവരാജ്യത്തിൻ്റെ പൗരന്മാർ, അംബാസിഡേഴ്സ്. ഇങ്ങനെയൊക്കെയായിരുന്നു ക്രിസ്തീയ വിശ്വാസികൾക്ക് അപ്പോസ്തലന്മാർ വേഷമിട്ട പേര്. ഈ അന്ത്യോക്യയിലിരുന്ന ഏതോ ചായക്കടലിരുന്നവന്മാർ മുറുക്കാൻ ചവച്ചിട്ട് വിളിച്ചതാണ് ക്രിസ്ത്യാനികൾ. കാരണം യേശുവിനെ പോലെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് വിളിച്ചതാണ്. അങ്ങനെ നിങ്ങൾ പേരെടുക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ഈ ലോകം മുഴുവൻ അംഗീകരിച്ചായതുകൊണ്ട് കിടക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ എന്ന പേരിനകത്ത് ഒരിക്കലും ദൈവരാജ്യവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ഉണ്ടെന്നുള്ള കാര്യമാണ്. ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിൽ നല്ലൊരു ശതമാനം ആളുകളും ദൈവരാജ്യത്തിലല്ല. ഇതാദ്യം മനസ്സിലാക്കണം.
അല്ലെങ്കിൽ പിന്നെ ഇത്രയും ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ നാട് നന്നാവാത്തത്? ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ 30% ക്രിസ്ത്യാനികളാണ്. കേരളത്തിന് എന്നേ കിങ്ഡം ഓഫ് ഗോഡ് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. എന്തുകൊണ്ട് പറ്റിയില്ല? ഇത്രയും പേരുടെ പ്രകാശം കൊണ്ട് കേരളത്തിന് എന്താ പ്രകാശം വരാൻ? കാരണം നമ്മൾ ക്രിസ്തീയ മതത്തിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ ചിന്ത പറയാം. അതായത് ഒരാൾ ദൈവരാജ്യത്തെ കണ്ടെത്തുന്നത് വരെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോ അതാണ് മതം. മനസ്സിലായില്ലേ? അവന് തൃപ്തിയില്ല. ഇവിടെ വെറുപ്പ്, പക, വിദ്വേഷം, കൊലപാതകം, ഈർഷ, വൈരാഗ്യബുദ്ധി, ഇത് 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 ഭൂമി മൊത്തം നിറഞ്ഞു കിടക്കുക. ആർക്കും ആരെയും ഇഷ്ടമല്ല. എന്താ ഇതിന്റെ കാരണം? ഈ ആളുകൾ ആരും ഇതുവരെ ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ടേ ഇല്ല. ദൈവരാജ്യത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇവരെല്ലാവരും ദൈവരാജ്യത്തിന്റെ വാതിൽ വന്നിട്ട് വാതിലിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. വാതിൽ വലുതാണ്, വാതിൽ ഇതിനേക്കാൾ വലിയൊരു വാതിലില്ല, ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വാതിലാണെന്നറിയാമോ, ഈ വാതിൽ മരണത്തെ ജയിച്ച വാതിലാണ്, ഇതിനകത്ത് പുഴുക്കുത്ത് വരാത്ത വാതിലാണ്, ഇതിനകത്ത് ഒരു ഒരു കീടം കയറി പോകത്തില്ല, ഇത് മരണത്തെ ജയിച്ച വാതിലാണ്. വാതിലിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ വാതിൽ തുറന്ന്, യേശു ക്രിസ്തു എന്ന വാതിൽ തുറന്ന് ഈ രാജ്യത്തിനകത്തേക്ക് കയറണം. അപ്പൊ നമ്മൾ വാതിൽ പ്രസംഗകരാണ്. നമ്മൾ അകത്ത് ആളുകളെ കൊണ്ടുപോകുന്നില്ല, അവർക്ക് വേണ്ടത് കൊടുക്കുന്നില്ല. വി ആർ ഓൾവേസ് പ്രീച്ചിങ് അബൌട്ട് ദ ഡോർ. എന്താണോ ഇപ്പൊ മനുഷ്യൻ ചെയ്തോണ്ട്, കിങ്ഡം ഓഫ് ഗോഡിനകത്ത് നോ റിച്വൽസ്. ദൈവരാജ്യത്തിനകത്ത് റിച്വൽസ് ഇല്ല. പിന്നെന്താ ഉള്ളത്? ഗുഡ് വർക്കേ ഉള്ളൂ. ദൈവരാജ്യത്തിനകത്ത് വന്നാൽ പാട്ടില്ല, പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, ഒന്നുമില്ല. ദൈവരാജ്യത്തിനകത്ത് സൽപ്രവർത്തികളേ ഉള്ളൂ. കാരണം സൽപ്രവർത്തികൾക്കായിട്ട് നിങ്ങൾ ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നിങ്ങൾ സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടു. എന്നെ സൃഷ്ടിച്ചത് തന്നെ ഗുഡ് വർക്കിന് വേണ്ടിയാണ്. ഇന്നലത്തെ നമ്മുടെ ലൈവ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സ്നേഹിതൻ, നമ്മുടെ സോജൻ ബ്രദർ വിളിച്ചായിരുന്നു ബഹ്റൈൻ. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച് പറയായിരുന്നു, ദൈവരാജ്യം നമ്മുടെ ചർച്ചിൽ വരണം. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ട്രിവാൻഡ്രത്തിൻ്റെ രൂപാന്തരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ടീമിനെ ചർച്ചിൽ നിന്ന് ഉണ്ടാക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ, അപ്പോൾ എൻ്റെ ചർച്ചിലെ സഹോദരന്മാർ കേൾക്കുന്നുണ്ട്. ഒരു ടീം, ഒരു വോളണ്ടിയർ ടീമിനെ ഉണ്ടാക്കി ട്രിവാൻഡ്രം പട്ടണത്തിലെ ചില സ്ഥലങ്ങളിൽ പോയി മാലിന്യമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെ, അഴുക്ക് സ്ഥലങ്ങളെ ക്ലീൻ ആക്കണം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ ഈ ഇവിടുന്ന് ട്രാക്ട് കൊടുക്കുന്നതിന് പകരം ആ ഏരിയയിൽ ആ ഒരു കിലോമീറ്ററിനകത്തുള്ള ചപ്പും ചവറും ഒക്കെ വാരി കളഞ്ഞ്, അപ്പോൾ ഇത് ആർക്കെങ്കിലും പ്രചോദനമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. ദാറ്റ് ഇസ് എ കിങ്ഡം വർക്ക്. അതാണ് കിങ്ഡം വർക്ക്. ഒരു ഏരിയ ചെല്ലുക, അടുത്ത് മൊത്തം മുഷിഞ്ഞ് കിടക്കുക. ഒരു ചന്തയിലോട്ടില്ലേ, എല്ലാം അഴുക്ക, മൊത്തത്തിനെയും തൂത്തുവാരി അഴുക്കെല്ലാം കളഞ്ഞ് ക്ലീനാക്കി. എന്ത് മനോഹരം. ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ചുമ്മാ പള്ളിക്കാതിരുന്ന് പാട്ട് പാടുന്ന സമയം കൊണ്ട് നാട്ടിലിറങ്ങി അതിനെ വൃത്തിയാക്കിയാൽ നമുക്ക് പേരും വേണ്ട, പ്രശസ്തിയും വേണ്ടാന്നേ. യേശുക്രിസ്തുവിന്റെ മക്കൾക്കാണ് ഇതൊക്കെ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട ജോലിയാണ് ഇതൊക്കെ. ഗുഡ് വർക്കാണ് ചെയ്യേണ്ടത്. ഗുഡ് വർക്ക് ചെയ്യണം. ഏതെങ്കിലും ഏരിയയിൽ പിന്നെ വളരെ കാട് പിടിച്ച് മുഷിഞ്ഞ് കിടക്കുന്നു, അതിനെ ക്ലീൻ ആക്കുക. ക്ലീൻ ദ സിറ്റി, ട്രാൻസ്ഫോം ദ സിറ്റി. സോ ഞാൻ വിചാരിക്കുന്നു, കിങ്ഡം ഓഫ് ഗോഡ് എന്ന് അങ്ങനെ ആക്റ്റീവ് ചെയ്യണം. നമ്മൾ പള്ളിക്കകത്ത് കയറിയിരുന്ന് നല്ല സൂപ്പർ ഉടുപ്പൊക്കെ ഇട്ടിരുന്ന് കാട്ടും പാടി തോത്രം പറഞ്ഞു പോകും. എന്ത് ഗുണമാണ് ഇതൊക്കെ? ആർക്ക് വേണം നിന്നെയൊക്കെ? അതൊക്കെ മതത്തിന്റെ ഭാഗമാണ്. അടുത്തത് ഇത് കേട്ടോണം. നിങ്ങളുടെ പാസ്റ്റർ, നിങ്ങളുടെ പാതിരിയും, നിങ്ങളുടെ റവറൻഡുമാരെല്ലാം കൂടെ ഇഫ് ദേ ആർ പ്രിപ്പയറിങ് യു ടു ലീവ് എർത്ത്, അതായത് നിങ്ങളെ നിത്യതയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പാസ്റ്റർ ഒരുക്കുന്നെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാസ്റ്ററും മതത്തിന്റെ ഭാഗമാണ്. ഓൺസ് അഗൈൻ, നിങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി, അതായത് നിങ്ങളെ ഈ ലോകത്തിന് വേണ്ടിയല്ല, വേറൊരു ലോകത്തിന് വേണ്ടിയാണ് ഒരുക്കുന്നതെങ്കിൽ നിങ്ങൾ
ഒരു മതത്തിന്റെ ഭാഗം. സൽപ്രവർത്തികൾ ദൈവരാജ്യത്തിൽ അല്ലാത്തവർ ചെയ്യുന്നില്ലെന്നില്ലേ? സത്യമാണ്. എങ്ങനെയെന്നു? ഇവരുടെ എല്ലാ അകത്ത് ക്രിസ്തുവുണ്ട്. ഈ ജനങ്ങളുടെ എല്ലാ അകത്ത് ക്രിസ്തുവുണ്ട്. ദൈവരാജ്യത്തിന്റെ വെളിച്ചമുണ്ട്. ആ വെളിച്ചം നമ്മൾ പ്രകാശം കൊടുത്തില്ലേ? ആ വെളിച്ചം ഇവരുടെ മേ വന്നതാണ്. അപ്പൊ മാതാ അമൃതാനന്ദമയുടെ പുറത്ത് വന്ന വെളിച്ചം അവരിനി എന്ത് തട്ടിപ്പ് ചെയ്തോട്ടെ. സുവിശേഷത്തിന്റെ വെളിച്ചം. പണ്ട് നമ്മുടെ മദർ തെരേസ വന്ന് കൽക്കട്ടയിൽ ചെയ്ത ആ ചെറിയ വെളിച്ചമില്ലേ, ആ വെളിച്ചം വന്ന് വീശിയപ്പോഴാ ആ ലൈറ്റ് കൊണ്ടാണ് ഇവർ സൽപ്രവൃത്തി ചെയ്യുന്നത്. അല്ലാതെ ഇവരെല്ലാം മൊത്തം സെൽഫിഷാണ്. ഇപ്പൊ ഈ ലോകത്ത് ആര് നല്ല പ്രവൃത്തി ചെയ്താലും അത് ക്രിസ്തുവിന്റെ ഗോസ്പലിന്റെ ലൈറ്റാണ്. ഒരു റിലീജിയനും ഗുഡ് വർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രിയരെ. ഗുഡ് വർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവരാജ്യം മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി തരിക. എങ്കിലും ഞാൻ എൻ്റെ വിഷയം കൂടെ തീർക്കണം. ഇഫ് എ പ്രീച്ചർ ഈസ് പ്രിപ്പയറിംഗ് ദ മാൻ ടു ലീവ് എർത്ത്, ഈ ഭൂമി വിടണം, ഇവിടുന്ന് പറന്നു പോകണം, അതാണെങ്കിൽ നിങ്ങൾ ആബ്സല്യൂട്ട്ലി യു ആർ എ പാർട്ട് ഓഫ് എ റിലീജിയൻ. നിങ്ങൾ വളരെ വേഗം അത് കളഞ്ഞ് പുറത്തു പോകണം. കാരണം യേശുവും അപ്പോസ്തലന്മാരും ആരും ഒരാൾ പോലും മനുഷ്യരെയോ അപ്പോസ്തലന്മാരെയോ ശുശ്രൂഷകന്മാരെയോ മനുഷ്യരെ ശിഷ്യന്മാരെയോ ഇത് വിടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തതല്ല. ഭൂമിക്ക് വേണ്ടിയാണ് അവരെ പ്രിപ്പയർ ചെയ്തത്. യു ആർ ദ സാൾട്ട് ഓഫ് ദ എർത്ത് എന്നാണ്. ഞാൻ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണോ ദൈവത്തിന്റെ പദ്ധതി? ഭൂമിക്ക് ഉപ്പാകുന്നതാണ് പദ്ധതി. സ്വർഗത്തിൽ എന്തിനാ ഉപ്പിന്റെ ആവശ്യം? എ പേഴ്സൺസ് ഈസ് പ്രിപ്പയറിംഗ്. അപ്പൊ നിങ്ങളുടെ പാസ്റ്റർ നിത്യതയ്ക്ക് വേണ്ടി ആ റബിഷ് എല്ലാം മതങ്ങളാണ്. ഓൾ ദിസ് റബിഷ് റിലീജിയൻ ആണ്. വിശുദ്ധി എവിടെയാ ബ്രദറെ വേണ്ടേ? വിശുദ്ധി ഇവിടെയാ വേണ്ടത്. നിന്റെ കുടുംബം നിന്റെ കൂടെ ഇരിക്കണേ, നീ വിശുദ്ധിയോടെ ജീവിക്കണം. നിന്റെ സൊസൈറ്റി നിന്നെ ബഹുമാനിക്കണമെങ്കിൽ നീ നേരുള്ളവനായിരിക്കണം. അപ്പൊ രഹസ്യ ജീവിതം കറക്റ്റ് ആയാലേ പരസ്യ ജീവിതം കറക്റ്റ് ആവൂ. അപ്പൊ ഹോളിനെസ് സ്വർഗത്തിലേക്ക് പോകുന്നുള്ള സാധനമല്ല, മനസ്സിലായി? ഹോളിനെസ് സൊസൈറ്റിയിൽ നിന്റെ റെപ്യൂട്ടേഷനാണ്. നിന്നെ ട്രസ്റ്റ് ചെയ്യുന്നത് നിന്റെ വിശുദ്ധ ജീവിതം കൊണ്ടാണ്. ഒരാളെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? കണ്ണ് സകല പെണ്ണുങ്ങളുടെ പുറത്തും സകല സ്ത്രീകളെയും അപമാനമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ മുമ്പിൽ ഏത് സ്ത്രീക്ക് വന്ന് വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റും? ഹൗ ക്യാൻ യു? ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ പെങ്ങളെയും അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവരെയും നിന്റെ മുമ്പിൽ എങ്ങനെ കൊണ്ടു നിർത്താൻ പറ്റും? കണ്ണിന് യാതൊരു കൺട്രോൾ ഇല്ലാത്ത നിന്നെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല നിന്റെ കണ്ണിനെ നീ ശരിയാക്കേണ്ടത്. നിന്റെ സൊസൈറ്റിയിൽ നീ മാന്യനായിട്ട് ജീവിക്കാനാ, ക്രിസ്ത്യാനായിട്ട് ജീവിക്കാനാ. അപ്പൊ ഹോളിനെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സൊസൈറ്റിയിൽ ജനത്തിന് എന്നെ ട്രസ്റ്റ് ചെയ്യാനുള്ള എൻ്റെ ഉപാധിയാണ്. ദ കണ്ടീഷൻ ഓഫ് മൈ ലൈഫ്. ദ പേഴ്സൺസ് ഹാസ് ടു ട്രസ്റ്റ് മീ. ഒരാൾക്ക് വേണ്ട ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാന വിഷയം ട്രസ്റ്റാണ്. ഒരാളെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? That is a part of holiness. So preparing people to leave the earth, that is not Christianity. Amen. Amen. പക്ഷെ ദൈവരാജ്യമോ? ദൈവരാജ്യം നിങ്ങളെ ഭൂമിക്ക് വേണ്ടി എംപവർ ചെയ്യും. എൻ്റെ മെസ്സേജ് ഞാൻ വേഗം നിർത്തേണ്ടതുണ്ട്. നിങ്ങളെ ഭൂമിക്ക് വേണ്ടി എംപവർ ചെയ്യും. അതായത് ഭൂമിയിൽ നിങ്ങളെ പ്രയോജനമുള്ളവരാക്കി മാറ്റും. ഭൂമിക്ക് വേണ്ടി നിങ്ങളെ എംപവർ ചെയ്യും. സ്വർഗത്തിന് വേണ്ടി നിങ്ങളെ ഒരുക്കുന്നത് മതമാണ്. സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും ഇസ്ലാം മതത്തിലാണ് പോകേണ്ടത്. സ്വർഗത്തിൽ പോകാനാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഗോ ടു ഇസ്ലാം. അവരുടെ സ്വർഗമൊക്കെ പറഞ്ഞാൽ സൂപ്പർ സ്വർഗമാണ്. അമ്പടെ മോനെ, നിങ്ങൾ ഞെട്ടിപ്പോവും. ഇവിടെ ഇങ്ങനെ പോയി നിങ്ങൾ ഈ ചെറിയ ചെറിയ മാസികയിലെ ഫോട്ടോ ഒന്നും നോക്കണ്ട. നിങ്ങൾ ആ മതത്തിൽ പോയി നേരെ അവിടുത്തെ സ്വർഗത്തിൽ പോയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ കിട്ടാത്ത എല്ലാം അവിടെ കിട്ടും. 72 കന്യക പെങ്കൊച്ചുങ്ങളെ കിട്ടും. സുഖം. ചെറുപ്പക്കാർക്കൊക്കെ പറക്കാം. പിന്നെ വെള്ളമൊക്കെ അടിക്കുന്നവർക്കാണെങ്കിൽ, മദ്യം കുടിക്കുന്നവർക്കാണെങ്കിൽ തൈല നദികളാണ്. അപ്പം പെണ്ണുങ്ങൾ സ്ത്രീകളോട് മാത്രം എനിക്ക് ശാരീരിക ബന്ധം പോരാ, എനിക്ക് ഇനി ഇച്ചിരി കൂടെ ഹോമോസെക്ഷുവാലിറ്റിയുടെ സ്പിരിറ്റോട് ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കൊച്ചു ബാലന്മാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സ്വർഗത്തിൽ പൊക്കോ. അപ്പം ഒരു സ്വർഗത്തിലേക്ക് പോകാനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ സ്വർഗത്തിൽ പോകരുത്.
പോകുന്നെങ്കിൽ ഇസ്ലാമിന് സ്വർഗത്തിൽ പോകണം. അടിച്ചുപൊളിയാ അത്. Every religion is preparing people to go to heaven. Jesus Christ and his apostles preparing the people to empower them to do something good and powerful work in this earth. Preparing you to the earth. ഭൂമിക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കുക, സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്തെക്കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ക്രിമിനൽസ് ഇല്ലാത്ത ഒരു പട്ടണമാണ്, ഹോസ്പിറ്റലുകളില്ലാത്ത പട്ടണമാണ്. ഇതൊക്കെ സ്വപ്നങ്ങളാകട്ടോ, വലിയ വലിയ സ്വപ്നങ്ങൾ. കോടതികൾക്ക് ഒരു ജോലിയും ഇല്ലാത്ത പട്ടണമാണ്. ചെറുപ്പക്കാർ, പവർഫുൾ പീപ്പിൾ ഇൻ ദ വേൾഡ്, അവരുടെ ലൈഫ് സ്പോയിൽഡ് ആണ്. ദേ ഹാവ് ടു ബി ചേഞ്ച്ഡ്. ഓക്കെ, വേഗം പറഞ്ഞു നിർത്താം. റിലീജിയൻ ഓൾവേസ് ഫോക്കസിങ് ഓൺ ഹെവൻ. ഇപ്പം നിങ്ങളുടെ പള്ളിയിലൊക്കെ ഈ നിങ്ങൾ നിത്യതയിലേക്ക് പോകും, നിത്യതയുടെ സന്ദേശം. എവ്രി പീപ്പിൾ, എവ്രി പേഴ്സൺ, എവ്രി പാസ്റ്റേഴ്സ്, എവ്രി ഇവാഞ്ചലിസ്റ്റ്, ദോസ് ഹു ആർ ഓൾവേസ് ഫോക്കസിങ് ഓൺ ഹെവൻ, ദേ ആർ റിലീജിയസ് പീപ്പിൾ. അവർ വെറും മതത്തിനകത്തെ കൃമികളാണ്. They do not know. They don't have any concern about this earth. They are not worrying about the earth. They are not worrying about their neighbor. അവർ പോലും താമസിക്കുന്ന, അവരുടെ മക്കൾ നാളെ താമസിക്കാൻ പോകുന്ന ഭൂമിയെക്കുറിച്ച് പോലും അവർക്ക് കൺസേൺ ഇല്ല. ഓൾവേസ് ഫോക്കസിങ് ഓൺ ഹെവൻ. Such people are burden. The religious people are the burden in this earth. They are the enemy of the kingdom of God. ദൈവരാജ്യം ഓൾവേസ് ഫോക്കസിങ് ഓൺ എർത്ത്. ഹാലൂയ. ഞാനിത് പറഞ്ഞല്ലോ, ദീസ് ആർ ദ റിസർച്ചേഴ്സ്. അടുത്തത്, മതങ്ങളെപ്പോഴും ദൈവത്തിങ്കിലേക്ക് പോകാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കും. ദൈവരാജ്യം, ദൈവം നമ്മുടെ അടുക്കിലേക്ക് വന്ന യാഥാർത്ഥ്യം പറയും. സോ ദൈവരാജ്യത്തിൻ്റെ കോൺസെപ്റ്റിൽ ദൈവം ഇങ്ങോട്ട് വന്നതാണ്. മതം നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നതാണ്. മതം പറയും എസ്കേപ്പ് ഫ്രം ദിസ് എർത്ത്. പോയിടുമൊരു നാൾ കൂടാരം വിട്ടു ഞാൻ, പരദേശവാസികളെ പ്രാക്കളെ പോൽ നാം പറന്നുയരും. പ്രാണപ്രിയ പറക്കും, ഞാൻ പോകും, ഞാൻ വിടും. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത് ഇങ്ങനെയാ, മുദ്ര വരാറായി, മുദ്ര കുത്താനുള്ള സമയമായി, നാം പറക്കാറായി. എന്ന് പറഞ്ഞാൽ എസ്കേപ്പിസമാണ്. Escapism. Every religion is preaching escapism. കഷ്ടതയും കണ്ണുനീരും ഇല്ലാത്ത നാട്ടിലേക്ക് നാം പറന്നുയരും. Hallelujah. Escapism. They are lazy bucks. Escaping theology. കൊറോണയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ പറയാം, നമ്മൾ പറക്കാറായി. സച്ച് എ സ്റ്റുപ്പിഡ് സെൽഫിഷ് പീപ്പിൾ ഇൻ ദ വേൾഡ്. ഇവരെ പോലെ സെൽഫിഷ് ആളുകൾ ഈ ഭൂമിയിൽ എവിടെ ഉള്ളത്? എസ്കേപ്പിസം, റിലീജിയൻ. ഇന്ന് ഏറ്റവും ശക്തമായി പ്രവഹിക്കുന്ന റിലീജിയൻ എന്നറിയുമോ? ക്രിസ്ത്യാനിറ്റിയാ ഈ കാണുന്നത് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾക്കൊന്നും ഇങ്ങനെയൊന്നുമില്ല. അവർക്ക് പറക്കുമെന്ന് അറിയത്തില്ല, എവിടെ പോകുമെന്ന് അറിയത്തില്ല. എങ്ങനെയും പറക്കണം, ഞങ്ങൾ രക്ഷപ്പെടും, ഞങ്ങൾ പറക്കും. യു ആർ എ സെൽഫിഷ് പേഴ്സൺ ഇൻ ദ വേൾഡ്. യു ആർ എ യൂസ്ലെസ് സെൽഫിഷ് പേഴ്സൺ ഇൻ ദ വേൾഡ്. I don't want to escape. I don't want to escape. I want to clear it out. കടലിലും കാറ്റും കോളും വന്നപ്പോൾ യേശു ക്രിസ്തു പല പർവ്വതത്തിൽ കയറി എസ്കേപ്പിസം നടത്തിയിരുന്നെങ്കിൽ ഒമരല്ല മുങ്ങിച്ചത്തേനെ. യേശുവിൻ്റെ മാർഗം അതല്ല. കാറ്റും കോളും ഉള്ളതിൻ്റെ നടുവിൽ നടന്നു വരുന്നതാണ് മാർഗം. അതാ നമ്മുടെ മാർഗം. പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ പറക്കും എന്ന് പറയുന്നതല്ല. നീ പ്രതിസന്ധിയിലാണോ, ഞാൻ നിന്റെ അടുക്കിലേക്ക് നടന്നു വരുമെന്ന് പറയുന്ന ക്രിസ്ത്യാനിത്വം. മതം നിന്നെ ഇവിടുന്ന് ഓട്ടിക്കാൻ നോക്കും. ദൈവത്തിൻ്റെ രാജ്യം escapism അല്ല. I am going to impact this earth. I am going to influence this earth. I am going to change this society. That is the kingdom concept.
വാക്കുകൾ നിർത്താൻ വേഗത്തിൽ. മതങ്ങൾ എപ്പോഴും സ്വർഗത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നമ്മൾ പറയും. ദൈവരാജ്യം സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടും. സോ ജീസസ് ഈസ് ഓൾവേസ്, he was preparing his disciples to change the earth. The world സിസ്റ്റത്തെ നമ്മൾ ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണ് ദൈവരാജ്യം ഇനി ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയാം, ദാറ്റ് ഈസ് എ റിലീജിയൻ. ചില ആൾ പറഞ്ഞിട്ടുണ്ട്, ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഇസ്ലാം ഈസ് ഗോയിങ് ടു ബിക്കം നമ്പർ 1. നോ പ്രോബ്ലം. ലോകത്തിലെ ഏറ്റവും വലിയ മതം ഇസ്ലാം ആയാലും നോ പ്രോബ്ലം. നോ റിലീജിയൻ ക്യാൻ ഡോമിനേറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. കാരണം തലമുറയായി നിത്യാധിപത്യം എൻ്റെ യേശുവിൻ്റെ കയ്യിലാണ്. ആര് മുകളിൽ വന്നാലും ആര് താഴെ പോയാലും ദൈവരാജ്യത്തെ തൊടാൻ ആർക്കും പറ്റില്ല. So I want to tell you, brothers and sisters, this is the first mountain, the mountain of influence. That is a religion. നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങളിൽ എത്ര പേര് ഇതിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ കീഴിലാണ്. എനിക്ക് സ്വർഗത്തെക്കുറിച്ച് ഒരു മോഹമില്ല. ബിക്കോസ് ഐ എം ഓൾറെഡി ഫ്രം ദ ഹെവൻ. ഞാൻ അവിടുത്തെ ആളാണ്. എൻ്റെ ആഗ്രഹം അവിടുത്തെ ഇഷ്ടം ഇവിടെ നടക്കണമെന്ന്. അതെന്താണ് എൻ്റെ രാജാവിൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ യേശുപ്പൻ്റെ ആഗ്രഹം. To bring heaven to earth. സോ 7 മൗണ്ടനിലെ ആദ്യത്തെ മൗണ്ടൻ്റെ ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് കൈമാറും. ബാക്കി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. യു റിസർച്ച്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക. റിലീജിയൻ എവിടെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പഠിക്കുക. മത്തായിയുടെ സുവിശേഷം മാത്രം വായിക്കാതെ റീഡ് സോ മെനി ബുക്സ്. വായിക്കുക. ഇൻഫർമേഷനെ കളക്ട് ചെയ്യും. മറ്റുള്ളവർക്ക് നിങ്ങൾ അനുഗ്രഹമായി മാറും. നിങ്ങൾ ഒരു മതത്തിൻ്റെ ആളായി നിൽക്കരുത്. സ്റ്റാൻഡ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഐ എം ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്. നല്ല പ്രവൃത്തിക്കായി ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുക. എൻ്റെ കർത്താവ് ഇതിനെ വിശ്വസിക്കുകയും ചിന്തിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു തലമുറയെ കൊണ്ടുവരും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കേൾവിക്കാരിൽ ചിലർ അതായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ പറ, നീ ഒരു ഇൻഫ്ലുവൻസ് ആവുമെന്ന് പറ. എൻ്റെ തലമുറയ്ക്ക്, എൻ്റെ സൊസൈറ്റിക്ക് ഞാനൊരു സ്വാധീനം. I am going to impact the earth. I am going to impact the earth. I am going to change my society. എൻ്റെ പള്ളി കുറേ ആളുകളെ വിളിച്ചു കയറ്റുന്നത് അതല്ല എൻ്റെ ലക്ഷ്യം. എനിക്കെൻ്റെ നാടിനെ മാറ്റണം. എൻ്റെ നാടിൻ്റെ പട്ടിണി മാറ്റണം. എൻ്റെ നാടിൻ്റെ അരാജകത്വം മാറ്റണം. എൻ്റെ നാടിൻ്റെ ക്രിമിനലിൻ്റെ സിസ്റ്റം മാറ്റണം. എൻ്റെ നാടിനെ എനിക്ക് മാറ്റണം. ഐ നീഡ് ടു ചേഞ്ച് മൈ സിറ്റി. ദാറ്റ്സ് ദ ഹാർട്ട്. ഹല്ലേലൂയ. ഞാനിത് കണ്ടിന്യൂ ചെയ്യും. 7 മൗണ്ടൻസും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോവാം. ദൈവം ഭൂമിയിൽ ആദ്യം കൊണ്ടുവന്ന സഭയല്ല. യേശു ദൈവം ഭൂമിയിൽ ആദ്യം കൊണ്ടുവന്ന ദൈവരാജ്യമാകുന്നത്. സെക്കൻഡ്, അവൻ കൊണ്ടുവന്നത് കുടുംബമാണ്. ടുമോറോ കർത്താവ് അനുവദിച്ചാൽ എനിക്കൊന്ന് ദാറ്റ് വിൽ ബി എൻ അമൈസിങ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത കുടുംബം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഉള്ള ഒരു ഇൻഫ്ലുവൻസ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരും. നിശ്ചയമായിട്ടും എനിക്കൊന്നൊരു ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. നിങ്ങളിത് നിങ്ങളുടെ സഹോദരങ്ങളോടും പ്രിയപ്പെട്ടവരോടൊക്കെ പറഞ്ഞ് നാളത്തെ 7:30 ദൈവത്തിൻ്റെ കർത്താവ് നമ്മളെ സഹായിച്ചാൽ, സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായാൽ, നാളെ നമുക്ക് ഫാമിലി എന്ന വിഷയത്തെ എങ്ങനെ അത് ഇൻഫ്ലുവൻസ് ആയിരിക്കുന്നത്, എങ്ങനെ അത് സൊസൈറ്റി ഇൻഫ്ലുവൻസ് ആയത്, ഹൗ ഇറ്റ് ഇസ് ലൈക്ക് എ മൗണ്ടൻ ഐ വിൽ ബ്രിങ് യു. ഞാൻ നിങ്ങൾക്കത് കൊണ്ടുവരും. അതുവരെ നിങ്ങളെല്ലാവരും ഈ മതം എന്നത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഐ ആം ടെല്ലിങ് യു എസ്കേപ്പ് ഫ്രം ദ റിലീജിയൻ ഫസ്റ്റ്. ഭൂമിയിൽ നിങ്ങൾ പോകാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, പിതാവേ ഇവരെ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നില്ല. കാരണം യേശു ഒരിക്കലും മക്കളെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് പ്രാർത്ഥിച്ചില്ല. അവരെ ഭൂമിക്കകത്ത് തന്നെ നിർത്തണം എന്നാണ്. കർത്താവ് നാളെ വന്നില്ലെങ്കിൽ, കർത്താവ് നാളെ വരത്തില്ല, നല്ല ഉറപ്പുണ്ട്. എനിക്ക് അങ്ങനെ വലിയ ഷായിച്ച തമാശയ്ക്ക് പറഞ്ഞ് എനിക്കറിയാം. എങ്കിലും കർത്താവ് നാളെ ഒന്നും വരത്തില്ല. എനിക്ക് ആരോഗ്യവും ബലവും കാലാവസ്ഥയെല്ലാം അനുകൂലമായി, കറണ്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ, വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ, ദൈവം കൃപ തന്നാൽ നാളെ നമുക്ക് കാണാം. നിങ്ങളുടെ ഒരു ഫാമിലിയിൽ ബ്രോക്കൺ ആയിരിക്കുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫാമിലി ബ്രോക്കണായി, ഹസ്ബൻഡ് വൈഫിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, കുടുംബ ചിത്രം അനുഭവിക്കുന്നവർ,
ഇങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നാളത്തെ ലൈവ് നിങ്ങൾ കേൾക്കണം. ഞാൻ മുമ്പൊരിക്കലും പറയാത്ത കാര്യം, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന ദിവസമായിരിക്കും നാളെ. അതുവരെ ദൈവം നിങ്ങളെല്ലാവരെയും കൃപയുടെ മാർവിൽ സൂക്ഷിക്കട്ടെ. എന്നെ വാച്ച് ചെയ്ത സഹോദരങ്ങളോട് പ്രത്യേക വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ കൂട്ടായ്മകൾക്ക്, സ്നേഹത്തിന്, പ്രോത്സാഹനത്തിന് എല്ലാം ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും കരുതലും ഞാനും അനുഭവിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകാം. വ്യക്തിപരമായ എല്ലാവരെയും ഞാൻ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സന്ദേശം ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ കൂടെ അറിയിക്കുക. എങ്ങനെയെങ്കിലും കുറച്ച് പേരെയും കൂടെ സത്യത്തിലേക്ക് നമുക്ക് നടത്താം. കൃപ ദൈവം നിങ്ങളുടെ മേൽ പകരട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. ദൈവം അനുഗ്രഹിക്കട്ടെ.